ഞാനിപ്പോൾ നിൽക്കുന്നത് ഞാൻ ജനിച്ചു വളർന്ന വീട്ടുമുറ്റത്താണ്. എൻ്റെ മാതാപിതാക്കൾക്ക് 4 ആൺമക്കളും ഒരു പെൺകുട്ടിയുമായിരുന്നു. എൻ്റെ ജ്യേഷ്ഠൻ, ചേച്ചി, 2 അനുജന്മാർ. ഇളയ അനുജനാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത്. ഞാനിപ്പോൾ ഒരു സർജറി കഴിഞ്ഞ് വിശ്രമത്തിന് ഇവിടെ വന്നിരിക്കുകയാണ്. ഈ അവസരത്തിലാണ് എൻ്റെ സുഹൃത്ത് ഇവിടെ വന്നിട്ടുള്ളത്. എൻ്റെ കുട്ടിക്കാലത്ത് ഓടി നടന്ന പരിസരമാണ് ഇവിടെ. തൊട്ടടുത്തുള്ള കുടമാളൂർ ഗവൺമെൻറ് LP സ്കൂളിലാണ് എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം നടന്നത്. UP വിദ്യാഭ്യാസം ഐമനത്തുള്ള PJM UP സ്കൂളിലാണ്. ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് വീണ്ടും കുടമാളൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വന്നു. 1976 ആണ് SSLC പാസ്സാവുന്നത്. പിന്നീട് 2 വർഷം CMS കോളേജിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞു. പിന്നീട് നാട്ടകത്തുള്ള കോട്ടയം ഗവൺമെൻറ് പോളിടെക്നിക്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ 3 വർഷത്തെ പഠനം. ആ പഠനത്തിനിടയിലാണ് പ്രിയപ്പെട്ട സെന്നിയുമായി സൗഹൃദത്തിലാവുന്നതും ആ സൗഹൃദം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഇപ്പോഴും നല്ല സൗഹൃദത്തിലായിരിക്കുന്നതും. പിന്നെ എൻ്റെ ജീവിതം, ഔദ്യോഗിക ജീവിതം എന്ന് പറയുന്നത് KSRTCയിലായിരുന്നു. 1996 KSRTCയിൽ ജോലിയിൽ കയറുന്നത്. 81 പോളിടെക്നിക്കിലെ പഠിത്തം കഴിഞ്ഞിറങ്ങിയെങ്കിലും തുടർന്ന് ട്യൂട്ടോറിയൽ വിദ്യാഭ്യാസ മേഖലയിലേക്കാണ് കടന്നത്. ഞാൻ എൻ്റെ അവസാന പഠന സമയത്ത് തന്നെ ഇവിടെ നിന്നും കോളേജിലേക്ക് പോകുമ്പോഴും മടങ്ങി വരുമ്പോഴും സമീപത്തുള്ള വീട്ടിലുള്ള രക്ഷകർത്താക്കൾ എന്നോട് ചോദിക്കും, ഇവിടെ നിന്റെ പഠിത്തം തീർന്നില്ലേ എന്ന്. ഒരു ദിവസം ഞാൻ പറഞ്ഞു, ഇന്നുകൊണ്ട് എൻ്റെ പരീക്ഷ തീർന്നു എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നീ നാളെ മുതൽ വന്ന് എൻ്റെ കുട്ടികളെ പഠിപ്പിക്കേ. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ എനിക്ക് പഠിപ്പിക്കാനൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പം, നീ എനക്ക് എഴുതാനും വായിക്കാനും അറിയാമല്ലോ, എല്ലാ ഗൈഡുകളും ഇവിടെ ഉണ്ട്, നീ ആദ്യം ഗൈഡ് ഒന്ന് വായിച്ച് പഠിക്ക്, പിന്നെ എൻ്റെ പിള്ളേരെ പഠിപ്പിക്കേ. അങ്ങനെ പറഞ്ഞ് അവിടെ മുതൽ പഠിപ്പീര് തുടങ്ങി. 10-20 വർഷത്തോളം കുട്ടികൾക്ക് സമാന്തര വിദ്യാഭ്യാസം ആ മേഖലയിൽ ഞാൻ പ്രവർത്തിച്ചു വന്നു. അങ്ങനെയാണ് 96 അതിനുശേഷം 96 KSRTCയിൽ എനിക്ക് ജോലി കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളൊക്കെ ധാരാളമായിട്ട് നടത്തി. 82 മുതൽ ട്യൂട്ടോറിയൽ വിദ്യാഭ്യാസം ആയിരുന്നു. അപ്പൊ നമുക്ക് ഒരു ഇരിപ്പിടമുണ്ട്. അതുകൊണ്ട് തന്നെ സഹൃദയരായിട്ടുള്ള സുഹൃത്തുക്കളെ വിളിച്ചുകൂട്ടി സഹൃദയവേദി എന്ന ഒരു സാംസ്കാരിക സംഘടന രൂപീകരിച്ചു. ആ 82 മുതൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ നടത്തി. നമ്മുടെ പ്രതിഭ എന്ന ട്യൂഷൻ ക്ലാസ്സിൽ എല്ലാ മാസവും 1-ാമത്തെ ഞായറാഴ്ച സഹൃദയരെ വിളിച്ചുകൂട്ടി വിവിധ വിഷയങ്ങളിൽ സംസാരിക്കുകയും സെമിനാർ നടത്തുകയും കവിയറിങ് നടത്തുകയും ഒക്കെ ചെയ്തു വന്നു. അക്കാലം മുതൽ ചെറിയ തോതിൽ കവിതകളൊക്കെ എഴുതി വന്നു. പല കവികളുമായി സൗഹൃദത്തിലായി. നിരവധി കവിയരങ്ങുകൾ ഇതിനോടകം സംഘടിപ്പിച്ചിട്ടുണ്ട്. KSRTCയിൽ നിന്ന് പിരിഞ്ഞു കഴിഞ്ഞിട്ടും ഇപ്പോഴും ആ സാംസ്കാരിക പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സഹൃദയവേദി ഇല്ല എങ്കിലും പരസ്പരം എന്ന ഒരു ലിറ്റിൽ മാസിക, അത് 2003 ആണ് അത് തുടങ്ങുന്നത്. 2003 തുടങ്ങിയ പരസ്പരം മാസികയും അതിൻ്റെ പ്രവർത്തനങ്ങളും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഐമനത്ത് ലൈബ്രറിയിൽ കേന്ദ്രീകരിച്ച് എല്ലാ മാസവും 2-ാമത്തെ ഞായറാഴ്ച ഓരോ സാഹിത്യ സമ്മേളനങ്ങൾ നടത്താറുണ്ട്.
നടത്തി വരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി നാളെ ഇപ്പോൾ ഒക്ടോബർ 13-13 തീയതി അയ്മനത്ത് ലൈബ്രറിയിൽ കവിതയുടെ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ ഒരു സെമിനാറും തുടർന്ന് കവിയരങ്ങും നടത്തുന്നുണ്ട്. അപ്പോൾ ആ രംഗത്ത് ഇങ്ങനെ സജീവമായി നിൽക്കുകയാണ്. ഇതിനിടയ്ക്ക് 2 കവിതാ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. അടിമ പറഞ്ഞത് എന്ന പുസ്തകമാണ് ആദ്യം പ്രസിദ്ധീകരിച്ച പുസ്തകം. രണ്ടാമതൊരു കവിതാ സമാഹാരം വേരുകൾക്കിടയിലൂടെ എന്ന ഒരു കവിതാ സമാഹാരവും പ്രസിദ്ധീകരിച്ചു. പിന്നെ ഇതിനിടയ്ക്ക് കവിത വിട്ട് ഒരു ചരിത്ര വായനയിലേക്ക് മാറി. പോഞ്ഞിക്കര റാഫി, സബീന റാഫി ദമ്പതികൾ എഴുതിയ ശുക്രദശയുടെ ചരിത്രം എന്ന ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോഴാണ് കൂടുതൽ ചരിത്രത്തിലേക്ക് കടക്കണം, വായിക്കണം എന്ന് കരുതി തുടർന്ന് നിരവധിയായ പുസ്തകങ്ങൾ ശേഖരിക്കുകയും വായിക്കുകയും ചെയ്ത് അതിന്റെ ഫലമായിട്ട് ഒരു പുസ്തകം എഴുതി. ആദിഭാരതം ചില മുൻവിധികൾ എന്ന പേരിൽ ഒരു പുസ്തകം തയ്യാറാക്കി. ആ പുസ്തകം പ്രസിദ്ധീകരിച്ചത് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘമാണ്. NBS-ലൂടെ അത് വിറ്റ് 2 പതിപ്പുകൾ ഇപ്പോൾ അത് ഇറങ്ങിക്കഴിഞ്ഞു. 3-ാമത്തെ പതിപ്പ് ഉടനെ ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നീടൊരു ചരിത്ര പുസ്തകം തന്നെ അരയാൽ ദൈവവും 7 ദൂതന്മാരും എന്ന പേരിൽ ഒരു ചരിത്ര പുസ്തകവും ഇതിനോടകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ 4 പുസ്തകങ്ങളാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. പിന്നെ പരസ്പരം മാസികയുമായി ബന്ധപ്പെട്ട് പരസ്പരം വായനക്കൂട്ടത്തിലെ അംഗങ്ങളുടെ രചനകൾ ചേർത്ത് വെച്ചുകൊണ്ട് മാസികയുടെ വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കും. അത്തരത്തില് 10-12 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആദിഭാരതം ചില മുൻവിധികൾ എന്ന എൻ്റെ ആ പുസ്തകം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നല്ല സ്വീകരണമാണ് കിട്ടിയത്. വിവിധ സാഹിത്യ മാസികകളിൽ, ആഴ്ചപ്പതിപ്പുകളിൽ, ലിറ്റിൽ മാസികകളിലൊക്കെ ആ പുസ്തകത്തെക്കുറിച്ചുള്ള റിവ്യൂ വന്നു, ആസ്വാദനം വന്നു. അത്തരം ഒരു 10-18ഓളം ആസ്വാദനങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ആദിഭാരതം എന്ന പേരിൽ മറ്റൊരു പുസ്തകം ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് എടുത്തു പറയേണ്ട കാര്യം, അടിമ പറഞ്ഞത് എന്ന ഞാൻ എഴുതിയ എൻ്റെ കവിതാ സമാഹാരത്തിന് ഒരു പഠനം തയ്യാറാക്കിയിട്ടുണ്ട്. അത് മീനടം കാവ്യകലാ സാഹിത്യവേദിയുടെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ഡോക്ടർ ശ്രീവിദ്യ രാജീവാണ് ആ പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത്. ആ കവിതാ സമാഹാരത്തിന് ഒരു പഠനം തയ്യാറാക്കിയിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് സാഹിത്യ രംഗത്ത് ഉള്ള എൻ്റെ ഇടപെടലുകൾ എന്ന് വേണമെങ്കിൽ പറയാം. പരസ്പരം എന്ന വായനക്കൂട്ടത്തിലെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം എല്ലാ ജില്ലകളിൽ നിന്നുമായി 1000-ഓളം അംഗങ്ങൾ ഇപ്പോൾ എന്നോടൊപ്പം ഉണ്ട്. അവര് നമ്മുടെ വാർഷിക സമ്മേളനങ്ങളിലും അവരുടെ പങ്കാളിത്തം ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ട് കോട്ടയത്ത് പബ്ലിക് ലൈബ്രറിയിൽ വെച്ചാണ് വാർഷിക സമ്മേളനങ്ങൾ ചേരുന്നത്. ഇനി 21ാമത് വാർഷിക സമ്മേളനത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. അതിന് മുന്നോടിയായിട്ട് ആദ്യം ചെയ്തിട്ടുള്ളത് കവിതാ മത്സരവും കഥാമത്സരവുമാണ്. അതിനുള്ള അറിയിപ്പ് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലൂടെയും പത്രങ്ങളിലൂടെയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. രചനകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഫലപ്രഖ്യാപനം ഡിസംബർ 20-നാണ്. അതോടൊപ്പം തന്നെ പുസ്തക പ്രകാശനങ്ങളും പുരസ്കാര സമർപ്പണവും ഒക്കെയായി വാർഷികം 2025 ജനുവരി 2-ാമത്തെ ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേ ആണ് നടത്തുന്നത്. അത് പതിവായി അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു. തുടർന്നും അങ്ങനെ തന്നെ പോകണമെന്ന് ഉള്ള ആഗ്രഹത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പ്രിയപ്പെട്ട സെന്നി പോത്തന്റെ ഈ സന്ദർശനം എന്നെ വളരെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. ഇനി എന്താണ് പറയേണ്ടത് എന്നിങ്ങനെ ആലോചിക്കുകയാണ്. ഔസേപ്പിന്റെ ജീവചരിത്രം ഹ്രസ്വമായിട്ടാണ് പറഞ്ഞത്. എനിക്ക് കുറച്ചുകൂടെ പ്രൈമറി വിദ്യാഭ്യാസവും ഈ സാഹിത്യത്തിലോട്ടുള്ള വരവിനെ പറ്റി ഒന്നുകൂടെ ഇമ്പോർട്ടൻസ് ആയിട്ട് പറഞ്ഞാൽ കൊള്ളാം. പഠിപ്പിച്ച സാറുമാര് ആരാണ് കൂടുതൽ പ്രചോദനം നൽകിയത്? സാഹിത്യ രംഗത്ത് പറഞ്ഞു കഴിഞ്ഞാല് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു നാരായൺ സാർ ഉണ്ടായിരുന്നു.
നാരായണൻ സാറ് നല്ല ഈണത്തിലെ കവിതകൾ ചൊല്ലുകയും പാഠപുസ്തകത്തിലെ കവിതകളൊക്കെ നല്ല ഈണത്തിൽ ചൊല്ലിയാണ് നമ്മളെ പഠിപ്പിക്കുക. അതൊക്കെ എനിക്ക് വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹം കവിതകളെ ഇങ്ങനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇങ്ങനെ ഓരോന്നും പറയും. ഈ പൂക്കളെ ചിത്രശലഭങ്ങളായിട്ട് കാണുന്നു. അങ്ങനെ കാണാനുള്ള ഈ കഴിവ് അത് ഈ കവികൾക്കാണ്. ഇങ്ങനെ ഭാവനയിലൂടെ മറ്റൊന്ന് തലത്തിലേക്ക് പോകാനൊക്കെ കഴിയുന്നത് എന്ന് പറഞ്ഞ കവികളെ അങ്ങനെ ഒത്തിരി ഉയർത്തി പറഞ്ഞുകൊണ്ടുള്ള ഒരു മിക്കവാറും ക്ലാസ്സുകളിലൊക്കെ അങ്ങനെ അദ്ദേഹം സംസാരിക്കും. കവിതകളെ നല്ല രീതിയിൽ ക്ലാസ്സിൽ അവതരിപ്പിക്കും. അപ്പൊ അത് കൂടുതൽ കവിത വായിക്കാനുള്ള ഒരു പ്രചോദനം എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഒന്നുള്ളത്, ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന അവസരത്തിനോടൊപ്പം ഒരു ജോസഫ് തോമസ് എന്നൊരു സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹം നല്ലതുപോലെ കവിത എഴുതുമായിരുന്നു. അദ്ദേഹം എൻ്റെ അടുത്തിരുന്നാണ് അന്ന് പഠിച്ചത്. അദ്ദേഹത്തെ പിന്നീട് ഞാൻ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് പിന്നെ കണ്ടിട്ടില്ല. അദ്ദേഹം നല്ല ഭംഗിയായിട്ട് കവിതകൾ എഴുതുമായിരുന്നു. അപ്പൊ എനിക്കും അതുപോലെ കവിതകൾ എഴുതണം എന്നുള്ള ഒരു ആഗ്രഹം തോന്നുകയും ഞാനും പിന്നെ കവിതയ്ക്ക് വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ട് ഇങ്ങനെ കവിത എഴുത്ത് ഇങ്ങനെ പരിശ്രമിച്ച് നടത്തിക്കൊണ്ടേയിരുന്നു. അക്കാലത്തൊന്നും എഴുതുന്നതൊന്നും കവിത ആയിരുന്നില്ല. ഞാനത് പലരെയും കാണിച്ചപ്പോഴും പറഞ്ഞത് ഇതൊന്നും കവിതയല്ല എന്നൊക്കെ പറയുമായിരുന്നു. പിന്നീട് പോളിടെക്നിക്കിൽ പഠിക്കുന്ന സന്ദർഭത്തിലാണ് പോളിടെക്നിക്ക് ഞങ്ങളുടെ ഒരു കോളേജ് മാഗസിൻ എഡിറ്റർ ആയിട്ടുള്ള ഒരു സുരേഷ് ബാബു ഉണ്ടായിരുന്നു. സുരേഷ് ബാബുവിന് ഓർമ്മയുണ്ടല്ലോ. സുരേഷ് ബാബുവാണ് എൻ്റെ കവിതകൾക്കൊരു പുതിയൊരു ഒരു 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 എനിക്കൊരു ശുഭോദേശമൊക്കെ തരികയും അങ്ങനെയൊക്കെ തരികയൊക്കെ ചെയ്തത്. അക്കാലത്ത് ഞാൻ അതുവരെ എഴുതിയിരുന്ന കവിതകളെല്ലാം കൂടെ ഒരു എഴുതി എനിക്കൊരു ഒരുമാതിരിയൊക്കെ വൃത്തിയായിട്ട് എഴുതാൻ കഴിയും. അതുകൊണ്ട് അങ്ങനെ ഹാൻഡ് റൈറ്റിങ് കയ്യെഴുത്തായിട്ട് ഒരു കവിതാ സമാഹാരം ഇങ്ങനെ പ്രസിദ്ധീകരിച്ചു. അന്ന് അതിന് അവതാരി എഴുതി തന്നതും സുരേഷ് ബാബുവാണ്. അവതാരിയൊക്കെ എഴുതി ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന എല്ലാ ചുറ്റുവട്ടങ്ങളോട് കൂടി തന്നെ അങ്ങനെ ഒരു പുസ്തകം എഴുതി, കവിതകളൊക്കെ അങ്ങനെ എഴുതി. പിന്നെ അന്ന് പഠിക്കുന്ന സമയത്ത് തന്നെ ആണ് നാട്ടകം കോളേജ്, തൊട്ടടുത്തുള്ള നാട്ടകം ഗവൺമെന്റ് കോളേജിൽ കടമനിട്ട കവിത ചൊല്ലാൻ വരുന്നത്. അപ്പൊ അതൊക്കെ ആ കവിത ചൊല്ലൽ പോയി കേട്ടതും അദ്ദേഹം വളരെ ഗംഭീരമായ സ്വരത്തിൽ കവിതകൾ ചൊല്ലിയിടുന്നതും കേട്ടും ആ രീതിയിലൊക്കെ തന്നെ കവിത ചൊല്ലാൻ പിന്നെ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത് കവിതയിലേക്ക് അങ്ങനെ കടന്നു വരികയാണ് ചെയ്തത്. അങ്ങനെ വരുന്ന ഒരു ഘട്ടത്തിലാണ് പാലായിലുള്ള ഒരു സഹൃദയ സമിതി എന്ന ഒരു സംഘടനയുടെ കവിതാ മത്സരം എന്ന് പറഞ്ഞൊരു പത്രത്തിൽ പരസ്യം കാണുന്നത്. ഞാൻ അക്കാലത്ത് ഒരു കവിത എഴുതി ആ സഹൃദയ വേദിയുടെ മത്സരത്തിലേക്ക് അയച്ചു. ആ മത്സരത്തിൽ ഒന്നാം സമ്മാനം കിട്ടിയ കവിയെ ഞാൻ ഇന്ന് ഓർക്കുന്നില്ല. രണ്ടാം സ്ഥാനം കിട്ടിയ കവി ചേരാവള്ളി ശശിയായിരുന്നു. പിൽക്കാലത്ത് CMS കോളേജിൽ മലയാളത്തിന്റെ അധ്യാപകനായി വരികയും അവിടുന്ന് ഇപ്പോൾ വിരമിക്കുകയും ചെയ്തിട്ടുള്ള ഡോക്ടർ ചേരാവള്ളി ശശി സാറാണ്. മൂന്നാം സ്ഥാനം കിട്ടി. അതിന് പ്രോത്സാഹന സമ്മാനം കിട്ടി. അപ്പൊ ആ ഒരു ലിസ്റ്റിൽ കുരിപ്പുഴ ശ്രീകുമാറിന്റെ ജെസ്സി എന്ന കവിതയും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ അവര് സഹൃദയ സമിതി അതിന്റെ വാർഷിക സൊവനിയർ പ്രിന്റ് ചെയ്യുകയും അതിന്റെ ഒരു കോപ്പി അത് മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അയച്ചു കൊടുത്ത് കാണണം. അങ്ങനെയാണ് എനിക്കും ഒരു കോപ്പി കിട്ടുകയും അങ്ങനെ കുരിപ്പുഴ ശ്രീകുമാറിന്റെ ജെസ്സി എന്ന കവിത അതിൽ നിന്നാണ് ഞാൻ ആദ്യം വായിക്കുന്നത്. എനിക്ക് വളരെ ഒന്നാം സ്ഥാനം കിട്ടിയ കവിതയേക്കാൾ രണ്ടാം സ്ഥാനം കിട്ടിയ കവിതയേക്കാളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ ജെസ്സി എന്ന കവിതയായിരുന്നു. ആ കവിത ഏറെ വായിക്കുകയും അതിങ്ങനെ കാണാപ്പാഠം പഠിച്ചു തന്നെ നടന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ കവിതയിലേക്ക് അങ്ങ് ആകുകയാണ് ചെയ്തത്. പിന്നെ ഇപ്പോ കവിത എഴുതാൻ വളരെ ബുദ്ധിമുട്ടാണ്. കവിത എഴുത്ത് ഇപ്പം വിട്ടുപോയെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ചരിത്രം വായനയിലേക്ക് കടന്നതുകൊണ്ട് അങ്ങനെ സംഭവിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒരു കുറെ കാലമായിട്ട് ആധുനിക കവിതകളൊന്നും ഇപ്പം ഞാൻ വായിക്കുന്നില്ല. ഞാനൊരു ചരിത്ര പുസ്തകത്തിന്റെ രചനയിലാണ്. അതുകൊണ്ട് അതിന്റെ പോകാതിരിക്കാൻ ഞാൻ മറ്റ് ഈ സർഗാത്മക കൃതികളുടെ വായനയിൽ നിന്നും മനഃപൂർവ്വം ഒഴിഞ്ഞു നിൽക്കുകയാണ്. അതൊരു കുറവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കവിതയിൽ വന്ന കുറവ് അങ്ങനെയാണ്. ഞാൻ ആദിഭാരതം ചില മുൻവിധികൾ എഴുതിയതിന്റെ തുടർച്ച എന്നോണം ദക്ഷിണ കേരള ചരിത്രത്തെ അടയാളപ്പെടുത്തി എടുത്താനുള്ള ഒരു ശ്രമമാണ് ആ പുസ്തകത്തിലൂടെ നടത്തുന്നത്. അതിന്റെ ഒരു 4 അധ്യായം ഞാൻ എഴുതി കഴിഞ്ഞിട്ടുണ്ട്.
ഇനി 3 അധ്യായം കൂടി എഴുതണം. 3 അധ്യായം എഴുതേണ്ടതിൻ്റെ ഒരു സ്കെച്ച് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് എഴുതി പൂർത്തീകരിക്കണം. അതാണ് ഇപ്പോൾ എൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി കവിതകളൊന്നും ഇപ്പോൾ അധികം എഴുതുകയും അങ്ങനെ വായിക്കുകയും ചെയ്യുന്നില്ല. പിന്നെ പണ്ട് പാടിയ സ്വന്തം കവിതകളൊക്കെ ഇങ്ങനെ മനസ്സിലുണ്ട്. അതൊക്കെ ഇങ്ങനെ ചൊല്ലി നിൽക്കും. ജെസ്സിയുടെ കവിത 2 ലൈൻ ഇപ്പോഴും ഓർമ്മയുണ്ടോ? ജെസ്സി എന്ന കവിത. ജെസ്സി നിനക്കെന്തു തോന്നി പെത്തടിൻ തുന്നിയ മാന്ത്രികപ്പട്ടിൽ നാം സ്വപ്നശൈലങ്ങളിൽ ചെന്നു ചുംബിക്കവേ ലോത്തിന്റെ പെൺമക്കളച്ഛനെ പ്രാപിച്ച വാർത്തയിൽ കൗമാരഭാരം നടുങ്ങവേ കുംഭസാരക്കൂട്ടിൽ മൊഴിമുട്ടി നിൽക്കവേ. രണ്ടു വരികളെ എന്റെ മനസ്സിൽ വരുന്നുള്ളൂ പെട്ടെന്ന്. കുറെ നേരമായിട്ട് നിൽക്കുന്നു. ഔസേപ്പ് ബുദ്ധിമുട്ടിലാണെന്ന് അറിയാം. നമുക്ക് ഇനി കുറച്ച് ഭാഗം കൂടെ ഇരുന്നുകൊണ്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാം. താങ്ക് യു. ഓക്കെ ഒന്ന് എഡിറ്റ് ചെയ്തോളൂ കേട്ടോ. എൻ്റെ ജ്യേഷ്ഠൻ, ചേച്ചി, 2 അനുജന്മാർ. ഇളയ അനുജനാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത്. ഞാനിപ്പോൾ ഒരു സർജറി കഴിഞ്ഞ് വിശ്രമത്തിന് ഇവിടെ വന്നിരിക്കുകയാണ്. ഈ അവസരത്തിലാണ് എൻ്റെ സുഹൃത്ത് ഇവിടെ വന്നിട്ടുള്ളത്. എൻ്റെ കുട്ടിക്കാലത്ത് ഓടി നടന്ന പരിസരമാണ് ഇവിടെ. തൊട്ടടുത്തുള്ള കുടമാളൂർ ഗവൺമെൻറ് LP സ്കൂളിലാണ് എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം നടന്നത്. UP വിദ്യാഭ്യാസം അയ്മനത്തുള്ള PJM UP സ്കൂളിലാണ്. ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് വീണ്ടും കുടമാളൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വന്നു. 1976 ആണ് SSLC പാസ്സാവുന്നത്. പിന്നീട് 2 വർഷം CMS കോളേജിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞു. പിന്നീട് നാട്ടകത്തുള്ള കോട്ടയം ഗവൺമെൻറ് പോളിടെക്നിക്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ 3 വർഷത്തെ പഠനം. ആ പഠനത്തിനിടയിലാണ് പ്രിയപ്പെട്ട സെന്നിയുമായി സൗഹൃദത്തിലാവുന്നതും ആ സൗഹൃദം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഇപ്പോഴും നല്ല സൗഹൃദത്തിലായിരിക്കുന്നത്. പിന്നെ എൻ്റെ ജീവിതം, ഔദ്യോഗിക ജീവിതം എന്ന് പറയുന്നത് KSRTCയിലായിരുന്നു. 1996 KSRTCയിൽ ജോലിയിൽ കയറുന്നത്. 81 പോളിടെക്നിക്കിലെ പഠിത്തം കഴിഞ്ഞിറങ്ങിയെങ്കിലും തുടർന്ന് ട്യൂട്ടോറിയൽ വിദ്യാഭ്യാസ മേഖലയിലേക്കാണ് കടന്നത്. ഞാൻ എൻ്റെ അവസാന പഠന സമയത്ത് തന്നെ ഇവിടെ നിന്നും കോളേജിലേക്ക് പോകുമ്പോഴും മടങ്ങി വരുമ്പോഴും സമീപത്തുള്ള വീട്ടിലുള്ള രക്ഷകർത്താക്കൾ എന്നോട് ചോദിക്കും, ഇവിടെ നിൻ്റെ പഠിത്തം തീർന്നില്ലേ എന്ന്. ഒരു ദിവസം ഞാൻ പറഞ്ഞു, ഇന്നുകൊണ്ട് എൻ്റെ പരീക്ഷ തീർന്നു എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നീ നാളെ മുതൽ വന്ന് എൻ്റെ കുട്ടികളെ പഠിപ്പിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ എനിക്ക് പഠിപ്പിക്കാനൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ, നിനക്ക് എഴുതാനും വായിക്കാനും അറിയാമല്ലോ, എല്ലാ ഗൈഡുകളും ഇവിടെ ഉണ്ട്, നീ ആദ്യം ഗൈഡൊന്ന് വായിച്ച് പഠിക്കുക, പിന്നെ എൻ്റെ പിള്ളേരെ പഠിപ്പിക്കുക. അങ്ങനെ പറഞ്ഞ് അവിടെ മുതൽ പഠിപ്പീര് തുടങ്ങി. 10-20 വർഷത്തോളം കുട്ടികൾക്ക് സമാന്തര വിദ്യാഭ്യാസം ആ മേഖലയിൽ ഞാൻ പ്രവർത്തിച്ചു വന്നു. അങ്ങനെയാണ് 96 അതിനുശേഷം 96 KSRTCയിൽ എനിക്ക് ജോലി കിട്ടുന്നത്. പിന്നെ ഇതിനിടയ്ക്കുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളൊക്കെ ധാരാളമായിട്ട് നടത്തി. 82 മുതൽ ട്യൂട്ടോറിയൽ വിദ്യാഭ്യാസം ആയിരുന്നു. അപ്പോൾ നമുക്ക് ഒരു ഇരിപ്പിടമുണ്ട്. അതുകൊണ്ട് തന്നെ സഹൃദയരായിട്ടുള്ള സുഹൃത്തുക്കളെ വിളിച്ചുകൂട്ടി സഹൃദയവേദി എന്ന ഒരു സാംസ്കാരിക സംഘടന രൂപീകരിച്ചു. 82 മുതൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ നടത്തി. നമ്മുടെ പ്രതിഭ എന്ന ട്യൂഷൻ ക്ലാസ്സിൽ എല്ലാ മാസവും 1ാമത്തെ ഞായറാഴ്ച സഹൃദയരെ വിളിച്ചുകൂട്ടി വിവിധ വിഷയങ്ങളിൽ സംസാരിക്കുകയും സെമിനാർ നടത്തുകയും കവിയറിങ് നടത്തുകയും ഒക്കെ ചെയ്തു വന്നു. അക്കാലം മുതൽ
ചെറിയ തോതിൽ കവിതകളൊക്കെ എഴുതി വന്നു. പല കവികളുമായി സൗഹൃദത്തിലായി. നിരവധി കവിയരങ്ങുകൾ ഇതിനോടകം സംഘടിപ്പിച്ചിട്ടുണ്ട്. KSRTCയിൽ നിന്ന് പിരിഞ്ഞു കഴിഞ്ഞിട്ടും ഇപ്പോഴും ആ സാംസ്കാരിക പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സഹൃദയവേദി ഇല്ല എങ്കിലും പരസ്പരം എന്ന ഒരു ലിറ്റിൽ മാസിക, അത് 2003 ആണ് അത് തുടങ്ങുന്നത്. 2003 തുടങ്ങിയ പരസ്പരം മാസികയും അതിൻ്റെ പ്രവർത്തനങ്ങളും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അയ്മനത്ത് ലൈബ്രറിയിൽ കേന്ദ്രീകരിച്ച് എല്ലാ മാസവും 2ാമത്തെ ഞായറാഴ്ച ഓരോ സാഹിത്യ സമ്മേളനങ്ങൾ നടത്തി വരുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി നാളെ ഇപ്പോൾ ഒക്ടോബർ 13-ാം തീയതി അയ്മനത്ത് ലൈബ്രറിയിൽ കവിതയുടെ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ ഒരു സെമിനാറും തുടർന്ന് കവിയരങ്ങും നടത്തുന്നുണ്ട്. അപ്പോൾ ആ രംഗത്ത് ഇങ്ങനെ സജീവമായി നിൽക്കുകയാണ്. ഇതിനിടയ്ക്ക് 2 കവിതാ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. അടിമ പറഞ്ഞത് എന്ന പുസ്തകമാണ് ആദ്യം പ്രസിദ്ധീകരിച്ച പുസ്തകം. രണ്ടാമതൊരു കവിതാ സമാഹാരം വേരുകൾക്കിടയിലൂടെ എന്ന ഒരു കവിതാ സമാഹാരവും പ്രസിദ്ധീകരിച്ചു. പിന്നെ ഇതിനിടയ്ക്ക് കവിത വിട്ട് ഒരു ചരിത്ര വായനയിലേക്ക് മാറി. പൂഞ്ഞിക്കര റാഫി, സബീന റാഫി ദമ്പതികൾ എഴുതിയ ശുക്രദശയുടെ ചരിത്രം എന്ന ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോഴാണ് കൂടുതൽ ചരിത്രത്തിലേക്ക് കടക്കണം, വായിക്കണം എന്ന് കരുതി തുടർന്ന് നിരവധിയായ പുസ്തകങ്ങൾ ശേഖരിക്കുകയും വായിക്കുകയും ചെയ്ത് ഇതിൻ്റെ ഫലമായിട്ട് ഒരു പുസ്തകം എഴുതി. ആദിഭാരതം ചില മുൻവിധികൾ എന്ന പേരിലൊരു പുസ്തകം തയ്യാറാക്കി. ആ പുസ്തകം പ്രസിദ്ധീകരിച്ചത് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘമാണ്. NBSയിലൂടെ അത് വിറ്റ് 2 പതിപ്പുകൾ ഇപ്പോൾ അത് ഇറങ്ങിക്കഴിഞ്ഞു. 3ാമത്തെ പതിപ്പ് ഉടനെ ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നീടൊരു ചരിത്ര പുസ്തകം തന്നെ അരയാൽ ദൈവവും 7 ദൂതന്മാരും എന്ന പേരിലൊരു ചരിത്ര പുസ്തകവും ഇതിനോടകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ 4 പുസ്തകങ്ങളാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. പിന്നെ പരസ്പരം മാസികയുമായി ബന്ധപ്പെട്ട് പരസ്പരം വായനക്കൂട്ടത്തിലെ അംഗങ്ങളുടെ രചനകൾ ചേർത്ത് വെച്ചുകൊണ്ട് മാസികയുടെ വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കും. അത്തരത്തിൽ 10-12 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആദിഭാരതം ചില മുൻവിധികൾ എന്ന എൻ്റെ ആ പുസ്തകം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നല്ല സ്വീകരണമാണ് കിട്ടിയത്. വിവിധ സാഹിത്യ മാസികകളിൽ, ആഴ്ചപ്പതിപ്പുകളിൽ, ലിറ്റിൽ മാസികകളിലൊക്കെ ആ പുസ്തകത്തെക്കുറിച്ചുള്ള റിവ്യൂ വന്നു, ആസ്വാദനം വന്നു. അത്തരം ഒരു 10-18 ആസ്വാദനങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ആദിഭാരതം എന്ന പേരിൽ മറ്റൊരു പുസ്തകം ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് എടുത്തു പറയേണ്ട കാര്യം, അടിമ പറഞ്ഞത് എന്ന ഞാൻ എഴുതിയ എൻ്റെ കവിതാ സമാഹാരത്തിന് ഒരു പഠനം തയ്യാറാക്കിയിട്ടുണ്ട്. അത് മീനടം കാവ്യകലാ സാഹിത്യവേദിയുടെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ഡോക്ടർ ശ്രീവിദ്യ രാജീവാണ് ആ പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത്. ആ കവിതാ സമാഹാരത്തിന് ഒരു പഠനം തയ്യാറാക്കിയിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് സാഹിത്യ രംഗത്ത് ഉള്ള എൻ്റെ ഇടപെടലുകൾ എന്ന് വേണമെങ്കിൽ പറയാം. പരസ്പരം എന്ന വായനക്കൂട്ടത്തിലെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം എല്ലാ ജില്ലകളിൽ നിന്നുമായി 1000-ഓളം അംഗങ്ങൾ ഇപ്പോൾ എന്നോടൊപ്പം ഉണ്ട്. അവർ നമ്മുടെ വാർഷിക സമ്മേളനങ്ങളിലും അവരുടെ പങ്കാളിത്തം ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ട് കോട്ടയത്തെ പബ്ലിക് ലൈബ്രറിയിൽ വെച്ചാണ് വാർഷിക സമ്മേളനങ്ങൾ ചേരുന്നത്. ഇനി 21ാമത് വാർഷിക സമ്മേളനത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. അതിന് മുന്നോടിയായിട്ട് ആദ്യം ചെയ്തിട്ടുള്ളത് കവിതാ മത്സരവും കഥാമത്സരവുമാണ്. അതിനുള്ള അറിയിപ്പ് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലൂടെയും പത്രങ്ങളിലൂടെയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. രചനകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫലപ്രഖ്യാപനം ഡിസംബർ 20-നാണ്. അതോടൊപ്പം തന്നെ പുസ്തക പ്രകാശനങ്ങളും പുരസ്കാര സമർപ്പണവും ഒക്കെയായി വാർഷികം 2025 ജനുവരി
രണ്ടാമത്തെ ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേ ആണ് നടത്തുന്നത്. അത് പതിവായി അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു. തുടർന്നും അങ്ങനെ തന്നെ പോകണമെന്ന് ഉള്ള ആഗ്രഹത്തിൽ തുറന്നുകൊണ്ടേയിരിക്കുന്നു. പ്രിയപ്പെട്ട സെന്നി പോത്തൻ്റെ ഈ സന്ദർശനം എന്നെ വളരെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. ഇനി എന്താണ് പറയേണ്ടത് എന്നിങ്ങനെ ആലോചിക്കുകയാണ്. ഔസേപ്പിൻ്റെ ജീവചരിത്രം ഹ്രസ്വമായിട്ടാണ് പറഞ്ഞത്. എനിക്ക് കുറച്ചുകൂടെ പ്രൈമറി വിദ്യാഭ്യാസവും ഈ സാഹിത്യത്തിലോട്ടുള്ള വരവിനെ പറ്റി ഒന്നുകൂടെ ഇമ്പോർട്ടൻസ് ആയിട്ട് പറഞ്ഞാൽ കൊള്ളാം. പഠിപ്പിച്ച സാറുമാർ ആരാണ് കൂടുതൽ പ്രചോദനം നൽകിയത്? സാഹിത്യ രംഗത്ത് പറഞ്ഞു കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു നാരായൺ സാർ ഉണ്ടായിരുന്നു. നാരായൺ സാറ് നല്ല ഈണത്തിലെ കവിതകൾ ചൊല്ലുകയും പാഠപുസ്തകത്തിലെ കവിതകളൊക്കെ നല്ല ഈണത്തിൽ ചൊല്ലിയാണ് നമ്മളെ പഠിപ്പിക്കുക. അതൊക്കെ എനിക്ക് വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹം കവിതകളെ ഇങ്ങനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇങ്ങനെ ഓരോന്നും പറയും. ഈ പൂക്കളെ ചിത്രശലഭങ്ങളായിട്ട് കാണുന്നു. അങ്ങനെ കാണാനുള്ള ഈ കഴിവ് അത് ഈ കവികൾക്കാണ്. ഇങ്ങനെ ഭാവനയിലൂടെ മറ്റൊന്ന് തലത്തിലേക്ക് പോകാനൊക്കെ കഴിയുന്നത് എന്ന് പറഞ്ഞ് കവികളെ അങ്ങനെ ഒത്തിരി ഉയർത്തി പറഞ്ഞുകൊണ്ടുള്ള ഒരു മിക്കവാറും ക്ലാസ്സുകളിലൊക്കെ അങ്ങനെ അദ്ദേഹം സംസാരിക്കും. കവിതകളെ നല്ല രീതിയിൽ ക്ലാസ്സിൽ അവതരിപ്പിക്കും. അപ്പോൾ അത് കൂടുതൽ കവിത വായിക്കാനുള്ള ഒരു പ്രചോദനം എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഒന്നുള്ളത്, ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന അവസരത്തിനോടൊപ്പം ഒരു ജോസഫ് തോമസ് എന്നൊരു സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹം നല്ലതുപോലെ കവിത എഴുതുമായിരുന്നു. അദ്ദേഹം എൻ്റെ അടുത്തിരുന്നാണ് അന്ന് പഠിച്ചത്. അദ്ദേഹത്തെ പിന്നീട് ഞാൻ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് പിന്നെ കണ്ടിട്ടില്ല. അദ്ദേഹം നല്ല ഭംഗിയായിട്ട് കവിതകൾ എഴുതുമായിരുന്നു. അപ്പോൾ എനിക്കും അതുപോലെ കവിതകൾ എഴുതണം എന്നുള്ള ഒരു ആഗ്രഹം തോന്നുകയും ഞാനും പിന്നെ കവിതയ്ക്ക് വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ട് ഇങ്ങനെ കവിത എഴുത്ത് ഇങ്ങനെ പരിശ്രമിച്ച് നടത്തിക്കൊണ്ടേയിരുന്നു. അക്കാലത്തൊന്നും എഴുതുന്നതൊന്നും കവിത ആയിരുന്നില്ല. ഞാനത് പലരെയും കാണിച്ചപ്പോഴും പറയുന്നത് ഇതൊന്നും കവിതയല്ല എന്നൊക്കെ പറയുമായിരുന്നു. പിന്നീട് പോളിടെക്നിക്കിൽ പഠിക്കുന്ന സന്ദർഭത്തിലാണ് പോളിടെക്നിക്ക് ഞങ്ങളുടെ ഒരു കോളേജ് മാഗസിൻ എഡിറ്ററായിട്ടുള്ള ഒരു സുരേഷ് ബാബു ഉണ്ടായിരുന്നു. സുരേഷ് ബാബുവാണ് എൻ്റെ കവിതകൾക്കൊരു പുതിയൊരു ഒരു ഒരു എനിക്കൊരു ശുഭോപദേശമൊക്കെ തരികയും അങ്ങനെയൊക്കെ തരികയൊക്കെ ചെയ്തു. അക്കാലത്ത് ഞാൻ അതുവരെ എഴുതിയിരുന്ന കവിതകളെല്ലാം കൂടെ ഒരു എഴുതി എനിക്കൊരു ഒരുമാതിരിയൊക്കെ വൃത്തിയായിട്ട് എഴുതാനായി കഴിയും. അതുകൊണ്ട് അങ്ങനെ ഹാൻഡ് റൈറ്റിങ് കയ്യെഴുത്തായിട്ട് ഒരു കവിതാ സമാഹാരം ഇങ്ങനെ പ്രസിദ്ധീകരിച്ചു. അന്ന് അതിന് അവതാരി എഴുതി തന്നതും സുരേഷ് ബാബുവാണ്. ഒരു അവതാരിയൊക്കെ എഴുതി അപ്പോൾ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന എല്ലാ ചുറ്റുവട്ടങ്ങളോട് കൂടി തന്നെ അങ്ങനെ ഒരു പുസ്തകം എഴുതി, കവിതകളൊക്കെ അങ്ങനെ എഴുതി. പിന്നെ അന്ന് പഠിക്കുന്ന സമയത്ത് തന്നെ ആണ് നാട്ടകം കോളേജ് തൊട്ടടുത്തുള്ള നാട്ടകം ഗവൺമെൻറ് കോളേജിൽ കടമനിട്ട കവിത ചൊല്ലാൻ വരുന്നത്. അപ്പോൾ അതൊക്കെ ആ കവിത ചൊല്ലൽ പോയി കേട്ടതും അദ്ദേഹം വളരെ ഗംഭീരമായ സ്വരത്തിൽ കവിതകൾ ചൊല്ലിയിടുന്നത് കേട്ടും ആ രീതിയിലൊക്കെ തന്നെ കവിത ചൊല്ലാൻ പിന്നെ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത് കവിതയിലേക്ക് അങ്ങനെ കടന്നു വരികയാണ് ചെയ്തത്. അങ്ങനെ വരുന്ന ഒരു ഘട്ടത്തിലാണ് പാലായിലുള്ള ഒരു സഹൃദയ സമിതി എന്ന ഒരു സംഘടനയുടെ കവിതാ മത്സരം എന്ന് പറഞ്ഞൊരു പത്രത്തിൽ പരസ്യം കാണുന്നത്. ഞാൻ അക്കാലത്ത് ഒരു കവിത എഴുതി ആ സഹൃദയ വേദിയുടെ മത്സരത്തിലേക്ക് അയച്ചു. ആ മത്സരത്തിൽ 1ാം സമ്മാനം കിട്ടിയ കവിയെ ഞാനിന്ന് ഓർക്കുന്നില്ല. 2ാം സ്ഥാനം കിട്ടിയ കവി ചേരാവള്ളി ശശിയായിരുന്നു. പിൽക്കാലത്ത് CMS കോളേജിൽ മലയാളത്തിൻ്റെ അധ്യാപകനായി വരികയും അവിടുന്ന് ഇപ്പോൾ വിരമിക്കുകയും ചെയ്തിട്ടുള്ള ഡോക്ടർ ചേരാവള്ളി ശശി സാറാണ്. 3ാം സ്ഥാനം കിട്ടി. അതിനൊരു പ്രോത്സാഹന സമ്മാനം കിട്ടി. അപ്പോൾ ആ ഒരു ലിസ്റ്റിൽ കുരിപ്പുഴ ശ്രീകുമാറിൻ്റെ ജെസ്സി എന്ന കവിതയും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ അവർ സഹൃദയ സമിതി അതിൻ്റെ വാർഷിക സൗവനീർ പ്രിൻ്റ് ചെയ്യുകയും അതിൻ്റെ ഒരു കോപ്പി അത് മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അയച്ചു കൊടുത്ത് കാണണം. അങ്ങനെയാണ് എനിക്കും ഒരു കോപ്പി കിട്ടുകയും അങ്ങനെ കുരിപ്പുഴ ശ്രീകുമാറിൻ്റെ ജെസ്സി എന്ന കവിത അതിൽ നിന്നാണ് ഞാൻ ആദ്യം വായിക്കുന്നത്. എനിക്ക് വളരെ 1ാം സ്ഥാനം കിട്ടിയ കവിതയേക്കാൾ 2ാം സ്ഥാനം കിട്ടിയ കവിതയേക്കാളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ ജെസ്സി എന്ന കവിതയായിരുന്നു. ആ കവിത ഏറെ വായിക്കുകയും അതിങ്ങനെ കാണാപ്പാഠം പഠിച്ച് തന്നെ നടന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ കവിതയിലേക്ക് അങ്ങ് ആകുകയാണ് ചെയ്തത്. പിന്നെ ഇപ്പോൾ
കവിത എഴുതാൻ വളരെ ബുദ്ധിമുട്ടാണ്. കവിത എഴുത്ത് ഇപ്പം വിട്ടുപോയെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ചരിത്രം വായനയിലേക്ക് കടന്നതുകൊണ്ട് അപ്പം അങ്ങനെ സംഭവിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒരു കുറേ കാലമായിട്ട് ആധുനിക കവിതകളൊന്നും ഇപ്പം ഞാൻ വായിക്കുന്നില്ല. ഞാനൊരു ചരിത്ര പുസ്തകത്തിൻ്റെ രചനയിലാണ്. അതുകൊണ്ട് അതിൻ്റെ ബന്ധം വിട്ടുപോകാതിരിക്കാൻ ഞാൻ മറ്റ് ഈ സർഗാത്മക കൃതികളുടെ വായനയിൽ നിന്നും മനഃപൂർവ്വം ഒഴിഞ്ഞു നിൽക്കുകയാണ്. അതൊരു കുറവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കവിത എഴുത്തിൽ വന്ന കുറവ് അങ്ങനെയാണ്. ഞാൻ ആദിഭാരതം ചില മുൻവിധികൾ എഴുതിയതിൻ്റെ തുടർച്ച എന്നോണം ദക്ഷിണ കേരളത്തിൻ്റെ കേരള ചരിത്രത്തെ അടയാളപ്പെടുത്തി എടുത്താനുള്ള ഒരു ശ്രമമാണ് ആ പുസ്തകത്തിലൂടെ നടത്തുന്നത്. അതിൻ്റെ ഒരു 4 അധ്യായം ഞാൻ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി 3 അധ്യായം കൂടി എഴുതണം. 3 അധ്യായം എഴുതേണ്ടതിൻ്റെ ഒരു സ്കെച്ച് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് എഴുതി പൂർത്തീകരിക്കണം. അതാണ് ഇപ്പോൾ എൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി കവിതകളൊന്നും ഇപ്പോൾ അധികം എഴുതുകയും അങ്ങനെ വായിക്കുകയും ചെയ്യുന്നില്ല. പിന്നെ പണ്ട് പാടിയ സ്വന്തം കവിതകളൊക്കെ ഇങ്ങനെ മനസ്സിലുണ്ട്. അതൊക്കെ ഇങ്ങനെ ചൊല്ലി നിൽക്കും. ജെസ്സിയുടെ കവിത 2 ലൈൻ ഇപ്പോഴും ഓർമ്മയുണ്ടോ? ജെസ്സി എന്ന കവിത. ജെസ്സി നിനക്കെന്തു തോന്നി പെത്തടിൻ തുന്നിയ മാന്ത്രികപ്പട്ടിൽ നാം സ്വപ്നശൈലങ്ങളിൽ ചെന്നു ചുംബിക്കവേ ലോത്തിന്റെ പെൺമക്കളച്ഛനെ പ്രാപിച്ച വാർത്തയിൽ കൗമാരഭാരം നടുങ്ങവേ കുംഭസാരക്കൂട്ടിൽ മൊഴിമൊട്ടി നിൽക്കവേ. താങ്ക് യു. കുറേ നേരമായിട്ട് നിൽക്കുന്ന അവസ്ഥ ഇപ്പോൾ ബുദ്ധിമുട്ടിലാണെന്നറിയാം. നമുക്കിനി കുറച്ച് ഭാഗം കൂടെ ഇരുന്നുകൊണ്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാം. താങ്ക് ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തെ കുറിച്ചുള്ള എൻ്റെ പഠനം, അതിൻ്റെ കയ്യെഴുത്ത് കോപ്പിയാണ് എൻ്റെ കൈവശം ഇരിക്കുന്നത്. അത് 2 കേരളം എന്നൊരു അധ്യായമുണ്ട്. 2ാം അധ്യായം പഴന്തമിഴ് പാട്ടുകൾ. ആ പഴന്തമിഴ് പാട്ടുകളിൽ നിന്നും സംഘകാല കൃതികളിൽ നിന്നും കേരളത്തിന്റെ ചരിത്രം കണ്ടെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയുള്ളതാണ്. തമിഴകവും പുറനാനൂറും ഒരു അധ്യായമുണ്ട്. പുറനാനൂറ് എന്ന് പറയുന്ന സംഘകാല കൃതിയാണ്. ആ കൃതിയിൽ നിന്നും കേരള ചരിത്രത്തെ കണ്ടെടുക്കാനുള്ള ശ്രമമാണ്. പിന്നെ ചേരളം എന്നൊരു അധ്യായമുണ്ട്. ചേരളം സംഘകാല കൃതിയിൽ ഒരു കൃതി പതിറ്റുപ്പത്ത് എന്നൊരു കൃതിയുണ്ട്. ആ കൃതി 10 ചേര രാജാക്കന്മാരെ കുറിച്ചുള്ള കൃതിയാണ്. ആ കൃതിയിലൂടെ കേരളത്തിന്റെ പഴയകാല കാര്യങ്ങൾ അടുത്തറിയുക എന്നിങ്ങനെ 4 അധ്യായമാണ് എഴുതി പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇനി ബാക്കി കൂടി എഴുതി ഈ പുസ്തകം ഉടനെ പ്രസിദ്ധീകരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ഞാൻ എഴുതിയ ഒരു അടിമ പറഞ്ഞത് എന്ന കവിതാ സമാഹാരമാണ് എൻ്റെ ആദ്യത്തെ പുസ്തകം. ഞാൻ അടിമ പറഞ്ഞത് എന്ന കവിത ഒന്ന് ചൊല്ലാം. ഒരു 10-15 മിനിറ്റ് നേരം കാണും കവിത. കവിത അടിമ പറഞ്ഞത് 3 ഭാഗങ്ങളാണ് ഈ കവിതയ്ക്കുള്ളത്. അടിമ ജീവിതം കേരളത്തെ സംബന്ധിച്ച് യാഥാർത്ഥ്യമായിരുന്ന ഒരു സംഗതിയാണ്. അടിമകള് മുതലാളിമാരുടെ വയലേലയ്ക്ക് സമീപത്തും അങ്ങനെയൊക്കെ ആയിരിക്കും താമസിക്കുക. അവര് പകല് മുഴുവനും പാടത്ത് പണിയെടുത്തു കഴിഞ്ഞാൽ വളരെ വൈകിയെ കരയ്ക്ക് കയറുകയും അവർക്ക് കൂലിയായിട്ട് നെല്ല് കിട്ടും. ആ നെല്ല് വീട്ടിൽ കൊണ്ടുവന്ന് അത് അരിയാക്കി കഞ്ഞിയാക്കി കുടിച്ച് പാതിരാത്രി കഴിയുമ്പോഴായിരിക്കും കിടന്നുറങ്ങുക. പിന്നെയും അവർ അതിരാവിലെ പണിക്കിറങ്ങുക. അപ്പൊ അതിരാവിലെ പണിക്കിറങ്ങാൻ ചെയ്യുന്ന ഒരു പണി എന്ന് പറയുന്നത് മുതലാളിമാരുടെ കിങ്കരന്മാരോ ഏതെങ്കിലും ഒരു വീട്ടിൽ കയറി അവിടെ ഉള്ളവരെല്ലാം പിടിച്ച് തല്ലും. അപ്പൊ അവര് കിടന്ന് അലമുറയിട്ട് കരയുമ്പോൾ ആ കരച്ചിൽ കേട്ട് മറ്റു വീട്ടുകാരെല്ലാവരും എഴുന്നേറ്റ് അതിരാവിലെ പണിക്കിറങ്ങുന്ന ഒരു രീതി ഇവിടെ അനുവർത്തിച്ചു പോന്നിരുന്നു. ആ സന്ദർഭത്തെ ഒന്ന് ഓർത്തെടുത്തുകൊണ്ട് ഞാൻ എന്നോട് എൻ്റെ പിതാക്കന്മാർ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ് ഞാൻ ഇതിൽ കൂടെ അവതരിപ്പിക്കുന്നത്. അടിമ പറഞ്ഞത് അതിൻ്റെ ആദ്യ ഭാഗം. അടിമ പറഞ്ഞത്: വല്യപ്പൻ എന്നോടൊരിക്കൽ പറഞ്ഞു, പണ്ട് വല്യപ്പനോട് വല്യപ്പൻ്റെ അപ്പൻ പറഞ്ഞ കാര്യം, ഉള്ളിലടങ്ങാത്ത കടലുമായി അന്നു പാടിപ്പറഞ്ഞതും ഇന്നു ഞാൻ ഓർക്കുന്നു. അന്ന് പാടിപ്പറഞ്ഞതും ഇന്നു ഞാൻ ഓർക്കുന്നു.
ഇടതു കൈയിൽ ജ്വലിക്കുന്ന പന്തവും വലതു കൈയിൽ ബലമുള്ള വടിയുമായി പുലരിക്കു മുമ്പേ ഇരുട്ടിന്റെ മറകേറി പാഞ്ഞുവരും തമ്പ്രാന്റെ പട്ടികൾ. എല്ലുന്തിയ ഞങ്ങളുടെ കോലങ്ങൾ തളർന്നുറങ്ങുന്ന കുടിലുകളിലേക്കിരമ്പിക്കയറും. അവർക്കില്ല ആൺപെൺ ഭേദവും പ്രായവും. അയ്യോ, തെറ്റിപ്പോയില്ല. വല്യപ്പൻ എന്നോടൊരിക്കൽ പറഞ്ഞു, പണ്ട് വല്യപ്പനോട് വല്യപ്പൻ്റെ അപ്പൻ പറഞ്ഞ കാര്യം. ഉള്ളിലടങ്ങാത്ത കടലുമായി അന്നു പാടിപ്പറഞ്ഞതും ഇന്നു ഞാൻ ഓർക്കുന്നു. അന്ന് പാടിപ്പറഞ്ഞതും ഇന്നു ഞാൻ ഓർക്കുന്നു. ഇടതു കൈയിൽ ജ്വലിക്കുന്ന പന്തവും വലതു കൈയിൽ ബലമുള്ള വടിയുമായി പുലരിക്കു മുമ്പേ ഇരുട്ടിന്റെ മറകേറി പാഞ്ഞുവരും തമ്പ്രാന്റെ പട്ടികൾ. എല്ലുന്തിയ ഞങ്ങളുടെ കോലങ്ങൾ തളർന്നുറങ്ങുന്ന കുടിലുകളിലേക്കിരമ്പിക്കയറും. അവർക്കില്ല ആൺപെൺ ഭേദവും പ്രായവും. വല്യപ്പൻ എന്നോടൊരിക്കൽ പറഞ്ഞു, പണ്ട് വല്യപ്പനോട് വല്യപ്പൻ്റെ അപ്പൻ പറഞ്ഞ കാര്യം. ഉള്ളിലടങ്ങാത്ത കടലുമായി അന്നു പാടിപ്പറഞ്ഞതും ഇന്നു ഞാൻ ഓർക്കുന്നു. അന്ന് പാടിപ്പറഞ്ഞതും ഇന്നു ഞാൻ ഓർക്കുന്നു. ഇടതു കൈയിൽ ജ്വലിക്കുന്ന പന്തവും വലതു കൈയിൽ ബലമുള്ള വടിയുമായി പുലരിക്കു മുമ്പേ ഇരുട്ടിന്റെ മറകേറി പാഞ്ഞുവരും തമ്പ്രാന്റെ പട്ടികൾ. എല്ലുന്തിയ ഞങ്ങളുടെ കോലങ്ങൾ തളർന്നുറങ്ങുന്ന കുടിലുകളിലേക്കിരമ്പിക്കയറും. അവർക്കില്ല ആൺപെൺ ഭേദവും പ്രായവും. അടിമ പറഞ്ഞത് രണ്ടാം ഭാഗമാണ്. ഇതില് അടിമകളെ വിൽക്കുന്ന ഒരു സന്ദർഭമാണ് പ്രതിപാദിക്കുന്നത്. അടിമ പറഞ്ഞത്, വല്യപ്പൻ എന്നോടൊരിക്കൽ പറഞ്ഞു, പണ്ട് വല്യപ്പനോട് വല്യപ്പൻ്റെ അപ്പൻ പറഞ്ഞ കാര്യം. ഉള്ളിലടങ്ങാത്ത കടലുമായി അന്നു പാടിപ്പറഞ്ഞതും ഇന്നു ഞാൻ ഓർക്കുന്നു. കൊയ്ത്തും മെതിയും കഴിഞ്ഞൊരു കാലം വിളനൂറു നൂറായി പാറ്റിക്കൊഴിച്ച് മതിലകം പത്തായമെത്തിക്കഴിച്ച നാൾ കുടിമൂപ്പൻ മടവതി പാടി പറകൊട്ടിത്തുള്ളിപ്പാടി കുടിമക്കളുമുല്ലാസത്തിൻ പൂത്തിരി കത്തിച്ചാടിപ്പാടി ഉറഞ്ഞൊരു രാവിൽ ഒരു വെള്ളിടി വെട്ടിയ പോലെ കുടിതോറുമെത്തിക്കുരച്ചു തമ്പ്രാന്റെ പട്ടികൾ. പണികളെ നിങ്ങൾക്കു നാളെ മതിലകത്താണുച്ചയൂണ്. മുറ്റത്തെ കുഴിയിലെ ഇല വീഴ്ത്തും കരിക്കാടിയല്ല, തൂശനിലയിൽ പുന്നരിച്ചോറു തന്നെ. കുടിലായ കുടിലുകളിലെല്ലാം അഗ്നിപർവ്വതങ്ങൾ പൊട്ടിച്ച് തീക്കാറ്റുപോലെ കുതിച്ചു പട്ടികൾ. അമ്മയമ്മൂമ്മമാർ അപ്പനപ്പൂപ്പന്മാർ മാറി മാറി പുണർന്നും പിന്നെ മക്കളെ ഓരോന്നെടുത്തുമ്മ വെച്ചും
വാവിട്ടുറക്ക കരഞ്ഞു കുടിലുകൾ വെന്തു. പുലരിക്കതിരിനോടൊപ്പം നാലുദിക്കിൽ നിന്നും പല്ലക്കുകൾ മോളിക്കിതച്ചോടിയെത്തി. മതിലകത്തും മറക്കോലായിൽ മുറുക്കി തുപ്പിയും വെടി പറഞ്ഞും കുംഭകുലുക്കി കുലുക്കിച്ചിരിക്കെ ഉച്ചയിൽ തീക്കനൽ കോരിയെറിഞ്ഞുകൊണ്ടാകാശമധ്യത്തിൽ സൂര്യൻ ജ്വലിക്കെ മുറ്റത്തു തൂശനിലകൾ നിരന്നു. നിറയെ കുന്നല്ലിനരിച്ചോറും രുചിയേറും കറികളും കട്ടിമധുരത്തിൽ പായസവും. ചോറ് ഇതടിമച്ചോറ്, ചോറ് ഇതടിമച്ചോറ് ഉണ്ണുവതെങ്ങിനെ. ഉണ്ണുവാനാവാതെ കുന്തിച്ചിരുന്നോരു നേരം മതിലകം തമ്പ്രാൻ വിലപേശി വിൽക്കുന്നു. നാലു ദിക്കിലെ തമ്പ്രാക്കളോ ഞങ്ങളിൽ തടിമിടുക്കുള്ളോര് ഓരോന്നോരോന്നായി വില ചേർന്നു വാങ്ങുന്നു. പല്ലക്കുകൾ പിന്നെ വന്നിടം നോക്കി മൂളിക്കിതച്ചങ്ങു പോയി. പിന്നാലെ വില ചേർന്ന ഞങ്ങളും. അപ്പൻ കിഴക്കോട്ടു പോയോ, അമ്മ പടിഞ്ഞാട്ടു പോയോ, കൂടെ കളിച്ചോരും കൂടെ പിറന്നോരും ഏതേതു ദിക്കിലേക്കാരറിഞ്ഞു. തെക്കു കരഞ്ഞു വിളിച്ചു, വടക്കും കരഞ്ഞു വിളിച്ചു, കിഴക്കും പടിഞ്ഞാറും കരഞ്ഞേ വിളിച്ചു. തെക്കു കരഞ്ഞത് തീയായി വന്നില്ല, വടക്കു കരഞ്ഞതും തീയായി വന്നില്ല, കിഴക്കും പടിഞ്ഞാറും തീയായി വന്നില്ല. കാലം കലികാലമേറെ കഴിഞ്ഞിട്ടും വിളി തമ്മിൽ കേട്ടതുമില്ല, ഒരു വേള മുഖം തമ്മിൽ കണ്ടതുമില്ല. അടിമ പറഞ്ഞത് കവിതയിലെ മൂന്നാമത്തെ ഭാഗമാണ്. വല്യപ്പൻ എന്നോടൊരിക്കൽ പറഞ്ഞു, പണ്ട് വല്യപ്പനോട് വല്യപ്പൻ്റെ അപ്പൻ പറഞ്ഞ കാര്യം. ഉള്ളിലടങ്ങാത്ത കടലുമായി അന്നു പാടിപ്പറഞ്ഞതും ഇന്നു ഞാൻ ഓർക്കുന്നു. തെക്കു തെക്കുള്ളൊരു കോയിക്കൽ തമ്പ്രാന്റെ അടിമയായി, അടിമയ്ക്കു മകനായി, പണിയിൽ മെടുക്കനായി, കരിവീട്ടിക്കാതലായി അങ്ങനെ ഞാനോ വളർന്ന കാലം. അന്നെന്നെയൊരു നാൾ വടക്കു നിന്നെത്തിയ ചന്ദ്രത്തെ തമ്പ്രാൻ വിലയ്ക്കു വാങ്ങി. തെക്കുള്ളവരെല്ലാം കരഞ്ഞു വീണു, വടക്കോട്ടു ഞാനും കരഞ്ഞു പോയി. തെക്കു കരഞ്ഞത് തീയായി വന്നില്ല, വടക്കു കരഞ്ഞതും തീയായി വന്നില്ല. കാലം കലികാലമേറെ കഴിഞ്ഞിട്ടും വിളി തമ്മിൽ കേട്ടതുമില്ല, കണ്ടില്ല പിന്നെ ഞാൻ അപ്പനെയും അമ്മയെയും. മട വീണു പാടം തകർന്ന നാൾ തമ്പ്രാൻ മടയിൽ കുരുതിയായി മാറ്റിയോരടിമതൻ മകൾ പകച്ചോടിയൻ ചാര വന്നു, പേടമാൻ പോലെ പതുങ്ങി നിന്നു. തുണയറ്റ പെണ്ണവൾ കൈവെടിഞ്ഞില്ല ഞാൻ, അവൾ പിന്നെ എൻ സർവമായി വന്നു. ഞങ്ങൾക്കൊരുണ്ണി ഓരോമന പൂങ്കനി പിറന്നിട്ട് 10 നാൾ പോലും തികഞ്ഞതില്ല. അന്ന് പാടത്തു ഞാറു നടുന്ന കാലം വന്നു തമ്പ്രാൻ അവളെ പണിക്കിറക്കി. പേറ്റുകുളിയൊന്നും തീരാത്ത പെണ്ണവൾ കുഞ്ഞിനു തരുതരെ മുത്തം കൊടുത്തിട്ട്
വിങ്ങുന്ന നെഞ്ചോടമർത്തിപ്പിടിച്ചിട്ട് മാറു ചുരത്തി വയറു നിറച്ചിട്ട് ചിറയിലെ ചാഞ്ഞൊരു മാമരച്ചില്ലയിൽ തൊട്ടില്ലൊരുക്കി ഉറക്കി കിടത്തി. തിക്കണ്ണുമായി വരമ്പത്തു തമ്പ്രാനും തിക്കനലായി തലയ്ക്കുമേൽ സൂര്യനും കണ്ണിമ ചിമ്മാതെ മത്സരിച്ചങ്ങനെ പകൽവാണു ക്രൂരം ജ്വലിച്ചു നിന്നു. പൂക്കൈത മറപറ്റിപ്പോയ നേരം തമ്പ്രാൻ വരം വീന്നകന്ന നേരം മുതുകത്തെ കല്ലങ്ങെടുത്തു മാറ്റിയിട്ടവൾ തന്മണിക്കുഞ്ഞിൻ്റെ അരികിലെത്തി. നൂറായി തകർന്നു ചുരത്തേണ്ട മാറിടം ആ കാഴ്ചയെങ്ങിനെ ഞാൻ പറയും. അന്നെന്റെ കണ്ണിന് കണ്ണായ പൊന്നിനെ ചോണനെറുമ്പുകൾ കടിച്ചു കൊന്നു. വേളിമനയിലെ കന്തിക്കു തമ്പ്രാൻ ചൂട്ടാഞ്ഞു വീശി തെളിച്ചു പോകെ അരിവാളും കയ്യേന്തി പിന്നാലെ ചെന്നിട്ട് തമ്പ്രാൻ കഴുത്തിലേക്കാഞ്ഞു വീശി. ഉന്നം പിഴച്ചില്ലതെല്ലും കഴുത്തറ്റു തമ്പ്രാൻ ശിരസ്സു തെറിച്ചു വീണു. വല്യപ്പനോടൊരിക്കൽ പറഞ്ഞത് വല്യപ്പനായ ഞാൻ ഇന്നുമോർക്കുന്നു. അടിമ പറഞ്ഞത്. വല്യപ്പനോടൊരിക്കൽ പറഞ്ഞു പണ്ട് വല്യപ്പനോട് വല്യപ്പൻ്റെ അപ്പൻ പറഞ്ഞ കാര്യം. ഉള്ളിലടങ്ങാത്ത കടലുമായി അന്നു പാടിപ്പറഞ്ഞതും ഇന്നു ഞാൻ ഓർക്കുന്നു. അന്ന് പാടിപ്പറഞ്ഞതും ഇന്നു ഞാൻ ഓർക്കുന്നു. ഇടതു കൈയിൽ ജ്വലിക്കുന്ന പന്തവും വലതു കൈയിൽ ബലമുള്ള വടിയുമായി ഇരുട്ടിന്റെ മറകീറി പാഞ്ഞു വരും തമ്പ്രാന്റെ പട്ടികൾ. എല്ലുന്തിയ ഞങ്ങളുടെ കോലങ്ങൾ തളർന്നുറങ്ങുന്ന കുടിലുകളിൽ ഒന്നിലേക്കിരമ്പിക്കയറും. അവർക്കില്ല ആൺപെൺ പ്രേതവും പ്രായവും. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പെണ്ണുങ്ങൾ വൃദ്ധരും അടികൊണ്ടു പുളയും അലറിക്കരയും. അതു കേട്ടു ചകിതരായി ഞെട്ടിയുണരും മറുകുടിലുകളെല്ലാം. പ്രഭാതമായി സൂര്യൻ കണ്ണു തുറക്കും മുമ്പേ കാലദോഷങ്ങളെല്ലാം സഹിച്ച് മാടിനോടൊത്തു മുഖം വലിച്ചും ചേറിൽ പുതഞ്ഞും പകൽ നിറയപ്പണിയും നൂറുമേനി മതിലകമെത്തണം. അന്തിക്കു കൂരയിൽ കൂലിയായി കിട്ടിയ നെല്ലുമായെത്തും. അതു പുഴുങ്ങി വറുത്തു കുത്തി അരിതിളച്ചു കഞ്ഞിയാകും മുമ്പേ രാവേറെ വിശന്നിരുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ തളർന്നുറങ്ങും. അവർക്കെന്നും അത്താഴപ്പട്ടിണി. കൂരയിൽ വിളക്കണയും നേരം പാതിരാവാകും. പിന്നെ ഒറ്റയുറക്കം മരണതുല്യം. നാളെ ഏതു കുടിലിലേക്കാണ് തമ്പ്രാന്റെ പട്ടികളെത്തുന്നത് എന്ന ചിന്ത ലേശവുമില്ലാതെ. വല്യപ്പനോടൊരിക്കൽ പറഞ്ഞു പണ്ട് വല്യപ്പനോട് വല്യപ്പൻ്റെ അപ്പൻ പറഞ്ഞ കാര്യം. ഉള്ളിലടങ്ങാത്ത കടലുമായി അന്നു പാടിപ്പറഞ്ഞതും ഇന്നു ഞാൻ ഓർക്കുന്നു. തെക്കു തെക്കുള്ളൊരു കോയിക്കൽ തമ്പ്രാന്റെ അടിമയായി അടിമയ്ക്കു മകനായി പണിയിൽ മിടുക്കനായി
കരിവീട്ടിക്കാതലായ അങ്ങനെ ഞാനോ വളർന്ന കാലം. അന്നെന്നെയൊരു നാൾ വടക്കു നിന്നെത്തിയ ചന്ദ്രത്തെ തമ്പ്രാൻ വിലയ്ക്കു വാങ്ങി. തെക്കുള്ളവരെല്ലാം കരഞ്ഞു വീണു, വടക്കോട്ടു ഞാനും കരഞ്ഞു പോയി. തെക്കു കരഞ്ഞത് തീയായി വന്നില്ല, വടക്കു കരഞ്ഞതും തീയായി വന്നില്ല. കാലം കലികാലമേറെ കഴിഞ്ഞിട്ടും വിളി തമ്മിൽ കേട്ടതുമില്ല. കണ്ടില്ല പിന്നെ ഞാൻ അപ്പനെ അമ്മയെ. മട വീണു പാടം തകർന്ന നാൾ തമ്പ്രാൻ മടയിൽ കുരുതിയായി മാറ്റിയോരടിമതൻ മകൾ പകച്ചോടിയൻ ചാര വന്നു. പേടമാൻ പോലെ പതുങ്ങി നിന്നു. തുണയറ്റ പെണ്ണവൾ കൈവെടിഞ്ഞില്ല ഞാൻ, അവൾ പിന്നെ എൻ സർവമായി വന്നു. ഞങ്ങൾക്കൊരുണ്ണി ഓരോമന പൂങ്കനി പിറന്നിട്ട് 10 നാൾ പോലും തികഞ്ഞതില്ല. അന്ന് പാടത്തു ഞാറു നടുന്ന കാലം വന്നു തമ്പ്രാൻ അവളെ പണിക്കിറക്കി. പെറ്റുകുളിയൊന്നും തീരാത്ത പെണ്ണവൾ കുഞ്ഞിന്നു തരുതരേ മുത്തം കൊടുത്തിട്ട് വിങ്ങുന്ന നെഞ്ചോടമർത്തി പിടിച്ചിട്ട് മാറു ചുരത്തി വയറു നിറച്ചിട്ട് ചിറയിലെ ചാഞ്ഞൊരു മാമരച്ചില്ലയിൽ തൊട്ടില്ലൊരുക്കി ഉറക്കി കിടത്തി. കണ്ണുമായി വരമ്പത്തു തമ്പ്രാനും തിക്കനലായി തലയ്ക്കുമേൽ സൂര്യനും കണ്ണിമ ചിമ്മാതെ മത്സരിച്ചങ്ങനെ പകൽവാണുപൂരം ജ്വലിച്ചു നിന്നു. പൂക്കൈത മറപറ്റിപ്പോയ നേരം തമ്പ്രാൻ വരമ്പിന്നകന്ന നേരം മുതുകത്തെ കല്ലങ്ങെടുത്തു മാറ്റിയിട്ടവൾ തന്മണി കുഞ്ഞിൻ്റെ അരികിലെത്തി. നൂറായി തകർന്നു ചുരത്തേണ്ട മാറിടം ആ കാഴ്ചയെങ്ങിനെ ഞാൻ പറയും. അന്നെൻ്റെ കണ്ണിന് കണ്ണായ പൊന്നിനെ ചോളനെറുമ്പുകൾ കടിച്ചു കൊന്നു. വേളിമനയിലേക്കന്തിക്കു തമ്പ്രാൻ ചൂട്ടാഞ്ഞു വീശി തെളിച്ചു പോകെ അരിവാളും കയ്യേന്തി പിന്നാലെ ചെന്നിട്ട് തമ്പ്രാൻ കഴുത്തിലേക്കാഞ്ഞു വീശി. ഉന്നം പിഴച്ചില്ലതെല്ലും കഴുത്തറ്റു തമ്പ്രാൻ ശിരസ്സു തെറിച്ചു വീണു. വല്യപ്പനോടൊരിക്കൽ പറഞ്ഞത് വല്യപ്പനായ ഞാൻ ഇന്നു നോക്കുന്നു. അപ്പൊ നമ്മള് പോളിടെക്നിക്കിലെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് പിന്നെ അവസാനം ഇപ്പൊ കുറച്ച് നാൾ ട്യൂട്ടോറിലൊക്കെ ആയിരുന്നു പറഞ്ഞല്ലോ. ആ കഥകൾ ഒന്നുകൂടെ പറയാമോ? അതായത് അത് കഴിഞ്ഞിട്ടുള്ള വർഷങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെലവഴിച്ചതെന്ന്, മാരേജിന് മുമ്പ് വരെയുള്ള? അത് നമ്മൾ 81 പോളിടെക്നിക്കിൽ നിന്ന് ഇറങ്ങുന്നത്. ജൂൺ ജൂലൈയിൽ. അതെ. അത് കഴിഞ്ഞിട്ട് 51 മുതല് ഒരു വർഷക്കാലം ഞാൻ ഇവിടെ ഒരു വീടുകളിൽ ട്യൂഷൻ പഠിപ്പിക്കുക. അപ്പോൾ രാവിലെ 7 മണിക്ക് തുടങ്ങും. രണ്ട് വീട്ടിൽ രാവിലെ പോകും, പിന്നെ വൈകുന്നേരം 2 വീട്ടിൽ പോകും. പിന്നെ അത് എനിക്ക് പിന്നെ ആളുകളിങ്ങനെ ട്യൂഷൻ്റെ കാര്യങ്ങൾ കൂടുതൽ വന്ന് എനിക്കത് പോയി പഠിപ്പിക്കാൻ പറ്റാതെ വന്നതുകൊണ്ട് ഞാൻ പിന്നെ ഇവിടെ അടുത്തൊരു, നിങ്ങൾ അങ്ങോട്ട് വന്നപ്പോൾ ഒരു മുസ്ലിം പള്ളിയിലേക്കുള്ള തൊട്ടപ്പുറത്ത് ഒരു റൂം ഉണ്ടായിരുന്നു. അതെടുത്ത് അവിടെ 1 വർഷം പഠിപ്പിച്ചു. ട്യൂഷൻ പഠിപ്പിക്കും. 10ാം ക്ലാസ് വരെ ഉള്ളത്. അല്ല, ഇംഗ്ലീഷും കണക്കും അല്ല, കൺഫ്യൂഷനൊക്കെ വരെ ആളെ വെക്കും. ഞാൻ പ്രധാനമായിട്ടും കണക്കും സയൻസും ആണ് എടുക്കുന്നത്. അപ്പൊ അത് ട്യൂഷൻ പഠിപ്പിച്ചു. പിന്നെ കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുകയും എല്ലാ വിഷയങ്ങൾക്കും ക്ലാസ് ട്യൂഷൻ വേണം സാഹചര്യം വന്നപ്പം പിന്നെ കുറെ കൂടി വലിയൊരു റൂമിലേക്ക്, റോഡിന് അപ്പുറത്ത് റൂമിലേക്ക്, ഒരു വാടക കെട്ടിടത്തിലേക്ക് മാറി. അവിടെ 83 അങ്ങോട്ട് മാറുന്നത്.
അപ്പൊ അവിടെ മാറി ആ കാലത്തൊക്കെ എന്ന് പറയുമ്പോൾ 10ാം ക്ലാസ്സിൽ തോറ്റ കുട്ടികൾക്ക് നമ്മൾ Second chance ഉണ്ട്. സെക്കൻഡ് അങ്ങനെയുള്ളൊരു പഠിത്തമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ക്ലാസ് അത് റെഗുലർ ക്ലാസ് ആയിട്ട് പോകണം. രാവിലെ 10 മണി മുതൽ സ്കൂൾ ടൈം പോലെ 4 മണി വരെയുള്ള ക്ലാസ്. അപ്പൊ എന്നോടൊപ്പം തന്നെ 4-5 അധ്യാപകരുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രതിഭ സ്റ്റുഡൻറ് സെന്റർ അതിന്റെ പ്രവർത്തനം മുന്നോട്ട് നല്ല രീതിയിൽ തന്നെ ഓരോ വർഷം ചെല്ലുന്തോറും അത് വളർന്നു വരികയും നല്ല രീതിയിൽ ഈ പ്രദേശത്തുള്ള ഒട്ടുമുക്കാലും കുട്ടികളെ ഞാൻ പഠിപ്പിച്ചതാണ്. അപ്പൊ അങ്ങനെ പഠിപ്പിക്കാനും എന്നോടൊപ്പം 4-5 പേരും ഉണ്ടായിരുന്നു. അധ്യാപകരായിട്ട് ചേർന്ന് പഠിപ്പിച്ചു. അങ്ങനെ ഞാൻ ട്യൂഷൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് 94-ലാണ് ഞാൻ വിവാഹിതനാകുന്നത്. 94 വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ച് 2 വർഷം കഴിഞ്ഞപ്പോഴാണ് പിന്നെ 96-ലാണ് KSRTC ജോലി കിട്ടുന്നത്. KSRTC ജോലി കിട്ടിയെങ്കിലും അത് തിരുവനന്തപുരത്താണ് ജോലി. ആദ്യത്തെ പോസ്റ്റ്. അപ്പൊ അത് അന്നത്തെ ശമ്പളം എന്ന് പറയുന്നത് എനിക്ക് അവിടെ താമസിക്കാനുള്ള ഇല്ലാത്ത ഒരു സാഹചര്യമാണ്. അപ്പൊ എനിക്ക് ഇവിടെ ട്യൂഷൻ പഠിപ്പിച്ച് ട്യൂട്ടോറിയൽ പഠിപ്പിച്ച് നടന്ന സമയത്ത് കിട്ടുന്നതിന്റെ പകുതി പോലും എനിക്ക് KSRTC കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ജോലിക്ക് പോകാതിരുന്ന 3-4 മാസത്തോളം ഞാൻ ജോലിക്ക് പോയില്ല. ഞാൻ ജോലിക്ക് പോകുന്നില്ല, എനിക്ക് ജോലി വേണ്ട, ഞാൻ ട്യൂഷൻ പഠിപ്പിച്ച് തന്നെ ഇരുന്നു. ഇപ്പോഴാണ് KSRTC-യിലുള്ള മറ്റൊരു ഉദ്യോഗസ്ഥൻ അയിമൽ താമസിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത് എന്റെ അമ്മ എന്ന് കരഞ്ഞു പറയുകയും അദ്ദേഹം പിന്നെ എന്നെ വീണ്ടും കൊണ്ടുപോയി KSRTC കൊണ്ട് ചേർത്ത്. അങ്ങനെയാണ് പിന്നെ KSRTC-യിൽ പിന്നെ ഞാൻ അതിനോട് യോജിച്ചങ്ങ് പോയി. പിന്നെ അത് KSRTC-യിലെ ഈ ജോലി എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട ജോലിയായിരുന്നു. കാരണം എനിക്ക് ഓരോരോ പ്രദേശങ്ങളിലേക്ക് ഇങ്ങനെ സഞ്ചരിക്കാനൊക്കെ ഉള്ളൊരു അവസരമാണത്. നമുക്ക് പരിചയമില്ലാത്ത മേഖലയിലൂടെയാണ് പോകുന്നത്. ജോലിയിലേക്ക് എനിക്ക് നല്ല അനുഭവമായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു ജോലി ചെയ്തതിൻ്റെ പേരിൽ ഒരു ഉല്ലാസം മേടിക്കാനോ ഒരു മേലധികാരിയുടെ മുന്നിൽ പോയി തലകുനിച്ച് നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായില്ല. വണ്ടി 18 വർഷക്കാലവും സർവീസ് ലൈനിൽ തന്നെ പോയി. മറ്റൊരു സൈക്കിളുമായിട്ട് പോലും ഒരു അപകടം ഉണ്ടായി. പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട അവസരം ഉണ്ടായില്ല. അതൊക്കെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത ബസ് ഏതായിരുന്നു? ഏത് ബസ്സിലാണ് ഏറ്റവും ദൂരം യാത്ര ചെയ്തത്? ഏറ്റവും കൂടുതൽ ഞാൻ എന്ന് പറയുമ്പോൾ ഞാനൊരു കോട്ടയത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് ഒരു വർഷത്തോളം ബാംഗ്ലൂർ സർവീസ് തന്നെയാണ്. 1 വർഷം. അത് ആഴ്ചയിൽ എത്ര ദിവസം പോകണം? ആഴ്ച 2 പ്രാവശ്യം പോകണം. 2 പ്രാവശ്യം ബാംഗ്ലൂർ പോകണം. ബാംഗ്ലൂർ സർവീസ് അത് സർവീസ് എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ കോയമ്പത്തൂർ വഴിയല്ല അത് പോണത്. മറ്റേ സേലം അങ്ങനെയല്ല പോണത്. പെരിന്തൽമണ്ണ ചെന്ന് കൂടല്ലൂർ വന്ന് അത് വനത്തിലൂടെ 1-2 മണിക്കൂർ നേരം വനത്തിലൂടെ ഉള്ള യാത്രയുണ്ട്. തമിഴ്നാടിന്റെ വനം കഴിഞ്ഞ് കർണാടക വനത്തിൽ കൂടി പോയി ആ യാത്രയില് ധാരാളം മൃഗങ്ങളെയൊക്കെ കാണാം. അങ്ങനെ കണ്ട് അതൊരു നല്ലൊരു അത് രാത്രി സമയത്താണ് പാസ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് മൃഗങ്ങളെയൊക്കെ ധാരാളം ബ്ലോക്ക് ഇല്ല. അന്ന് നിർത്തിയിടുന്ന പരിപാടി ഉണ്ട്. അതായത് ഞങ്ങള് ഞങ്ങള് അന്ന് വയനാട് മന്ത്രിസഭ കാലത്താണ് ഈ സർവീസ് തുടങ്ങുന്നത്. ഈ സർവീസ് അതായത് ഈ 38 പേരെയും കൊണ്ട് പോകുന്ന ബസ്സാണ്. അപ്പൊ അങ്ങനെ ബസ് തിരുവനന്തപുരത്ത് നിന്നും കൊട്ടാരക്കരയിൽ നിന്നും അത് കോട്ടയത്തു നിന്നും തിരുവല്ലയിൽ നിന്നും അങ്ങനെ ആലപ്പുഴ അങ്ങനെ മിക്കവാറും എല്ലാ ഡിപ്പോകളിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് ഈ റൂട്ടിലേക്ക് വണ്ടി ഇട്ടപ്പോഴത്തേക്കിന് അത് എന്തോ മറ്റേ പ്രൈവറ്റ് മേഖലക്കാർക്ക് അത് പ്രതിരോധിക്കാൻ വേണ്ടി ഉണ്ടായതാണ് ആ കേസെന്നാണ് ഞങ്ങളുടെ KSRTC-ക്കാരുടെ ഭാഷ. അതായത് ഞങ്ങൾ ആദ്യം ഒരു സർവീസ് പോയി തിരിച്ചു വന്നു. രണ്ടാമത് ഞാൻ സർവീസ് പോകുമ്പോഴത്തേക്കിനാണ് ആ വണ്ടി ആ ചെക്ക് പോസ്റ്റിൽ തടഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്കറിയില്ല എന്താ കാരണം. അപ്പൊ തടഞ്ഞിട്ട് കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു കേസായി, ഈ രാത്രി സമയത്ത് വണ്ടി അങ്ങോട്ട് കടന്നു പോകത്തില്ല. അങ്ങനെ പിന്നെ അവിടെ തന്നെ വണ്ടി ഇട്ട് നേരം വെളുത്ത് 6 മണിക്കാണ് പിന്നെ സർവീസ് പോകുന്നത്. അങ്ങനെ അപ്പം പിന്നെ അങ്ങനെ മുടക്കത്തിലൂടെ ഒരു 5-6 മാസത്തോളം സർവീസ് പോയി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കർണാടക, തമിഴ്നാട്, കേരളം സർക്കാരുകൾ തമ്മിൽ ആലോചിക്കുകയും ഒരു ധാരണയിൽ 2 വണ്ടികൾക്ക് വീതം ഓരോ സ്റ്റേറ്റിനും കടത്തിവിടാനുള്ള പെർമിറ്റ് കിട്ടി. അങ്ങനെ പിന്നെ സർവീസ് തുടക്കുകയാണ് ചെയ്തത്. ഇപ്പോഴും ആ യാത്രകാലങ്ങളിൽ സർവീസ് നടക്കുന്നില്ല. അങ്ങനെ കൂടുതൽ സർവീസ്
പോയത് ബാംഗ്ലൂർക്കാണ്. പിന്നെ എടുത്തു പറയാവുന്നത് ഏറ്റവും കൂടി പോയിട്ടുള്ളത് കോട്ടയത്ത് നിന്ന് രാത്രി 9 മണിക്ക് പുറപ്പെടുന്ന ഒരു കോഴിക്കോട് സർവീസ് ഉണ്ട്, സൂപ്പർ ഫാസ്റ്റ് ബസ് ഉണ്ട്. അത് രാവിലെ 3 മണിയാകുമ്പോൾ കോഴിക്കോട് ചെല്ലും. പിന്നെ 8:30 തിരിച്ചു വരിക, 4 മണിയാകുമ്പോൾ കോട്ടയത്ത് വരുന്ന സർവീസാണ്. അതിലാണ് പിന്നീട് ഒരു ഏറ്റവും കൂടുതൽ സമയം സ്ഥിരമായിട്ട് ഓടിയത് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് കണ്ടക്ടർ. ഡ്രൈവർമാരോടുള്ള റാപ്പോ എങ്ങനെയാ? അവരുമായിട്ടൊക്കെയുള്ള കണ്ടക്ടർമാരെ എല്ലാവരോടും നല്ല സഹകരണം കിട്ടിയിട്ടുള്ളത്. നമ്മളിങ്ങനെ സഹകരിച്ച് എല്ലാവരോടും പോകുന്നത്. ഡ്രൈവർമാരുമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസത്തിന് ഇടവ് കൊടുത്തിട്ടില്ല. നമ്മൾ വല്ലതും പറഞ്ഞാൽ ഇഷ്ടപ്പെടാമെന്ന് ഞാൻ പിന്നെ ഉണ്ടായിരിക്കുള്ളൂ. നമ്മള് അവരെ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന ഒരു ശീലം നമുക്കില്ല. ഇല്ല, അങ്ങനെയൊന്നും സ്വീകരിച്ചിട്ടില്ല, അങ്ങനെ ചെയ്തിട്ടില്ല. അത് തന്നെയല്ല, എല്ലാവരോടും നല്ല സൗഹൃദത്തിലാണ് സർവീസ് പൂർത്തീകരിച്ചിട്ടുള്ളത്. KSRT ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഈ ഡിപ്ലോമ കയ്യിലുണ്ടല്ലോ, എന്നിട്ടും ഒരു എന്തെങ്കിലും മറ്റു ജോലിക്ക് പോകണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു തീരുമാനം ഉണ്ടായില്ലേ? നമ്മളിത് ഇവിടെ ആയിരുന്നല്ലോ പറയാ, ഇവിടെ പഠിപ്പിച്ചു നടന്ന കാലത്തൊന്നും ആ കാശും നല്ല നല്ല കുട്ടികൾ പഠിക്കുന്ന കാശൊക്കെ ഉണ്ടായിരുന്നു. അതെ അതെ, ആ ലൈഫിലോട്ട് അത് മാറിപ്പോയി. അതാണൊക്കെ ജോലി കിട്ടിയിട്ടും പിന്നെ 3 മാസം. അതെ അതെ, മനസ്സിലായി മനസ്സിലായി. ഈ ബസ് യാത്രക്കിടയ്ക്ക് എന്തെങ്കിലും നമ്മുടെ ഇലക്ട്രിക്കൽ പഠിച്ച കാര്യങ്ങൾ എന്തെങ്കിലും പ്രയോജനപ്പെട്ടിട്ടുണ്ടോ? എന്തെങ്കിലും മനസ്സിലായി അകലെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ കൂടെ ഉള്ളവർക്ക് അറിയാമോ ഇദ്ദേഹം ഡിപ്ലോമക്കാരനാണെന്നൊക്കെ? ഇല്ല, അങ്ങനെ ഒന്നുമില്ല. ഓ, എല്ലാ KSRT സ്റ്റൈലും. ഓക്കെ ഓക്കെ. KSRTCയിലെ സാഹിത്യ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? KSRTC എന്ന് പറയുമ്പോൾ എനിക്ക് എന്തെങ്കിലും രചനകൾ അയച്ചു കൊടുക്കുക? രചനയല്ല, KSRTCക്ക് തന്നെ ഒരു ഞങ്ങളുടെ പെൻഷൻ യൂണിയൻ അല്ല, അത് സർവീസ് സംഘടനകൾക്ക് തന്നെ ഒരു മാസികയുണ്ട്. അതിലെ കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട്. അത് ശരി. പിന്നെ ഞാനിങ്ങനെ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് ഞങ്ങളുടെ ATO ഒക്കെ വിളിച്ച് അഭിനന്ദിക്കുകയും അവര് പറഞ്ഞ ഡയലോഗ്, എടാ സാധാരണ KSRTCക്കാരൻ ജോലി കഴിഞ്ഞ് വീട്ടിൽ ചെന്ന പിറ്റേന്ന് ജോലിക്ക് പോകേണ്ടവരെ കിടന്ന് ഉറങ്ങുകയുള്ളൂ. നിനക്ക് ഇതിന്റെ ഇടയ്ക്ക് ഇതൊക്കെ എഴുതാൻ എങ്ങനെയാ സമയം കിട്ടുന്നത്? യാത്ര കഴിഞ്ഞുള്ള. അതുകൊണ്ട് അവരെന്നെ വേറെ രീതിയിലാണ് കണ്ടത്. പിന്നെ ഒന്നുള്ളത്, ഞാൻ KSRTCയിലേക്ക് ആദ്യം ജോയിൻ ചെയ്തത് തിരുവനന്തപുരത്താണ്. 1 വർഷം കഴിഞ്ഞാൽ കോട്ടയത്ത് വരുന്നത്. കോട്ടയത്തേക്ക് വന്നപ്പോഴോ എനിക്ക് കിട്ടിയ അനുഭവം എന്ന് പറഞ്ഞാല്, ഞാൻ പഠിപ്പിച്ച കുട്ടികളുടെയൊക്കെ രക്ഷകർത്താക്കള് പലരും അവിടെ അന്ന് എന്റെ മേലുദ്യോഗസ്ഥന്മാരായിട്ട് അവിടെ ഉണ്ട്. അപ്പൊ അവരെ എനിക്ക് നല്ലൊരു സപ്പോർട്ട് ചെയ്തതുകൊണ്ട് എനിക്ക് നമ്മളെ ഒരു പണിഷ്മെന്റ് ഒരു ഇതിലേക്ക് വിട്ടിട്ടില്ല. കാരണം അവര് പരിഗണിച്ചു. പിന്നെ അതായത് ഒരു സർവീസ് കഴിഞ്ഞ് വന്ന ചിലപ്പം അടുത്ത് വേറൊരു സർവീസ് പോകേണ്ട കണ്ടക്ട് ഇല്ലാതിരിക്കുന്ന സന്ദർഭമായി. അപ്പം ഒരു സർവീസ് ഫിനിഷ് ചെയ്യുന്ന കണ്ട ഉടനെ ഇവരവിടെ ചെന്ന് അവനെ നിർബന്ധിച്ചാലും സർവീസിന് വിടും. അങ്ങനെ ഒരു നിർബന്ധം എനിക്ക് എന്നോട് വന്നിട്ടില്ല. അവരങ്ങനെ ആ ഒരു, കാരണം എനിക്ക് 2-3 പേരവിടെ ഉണ്ട്, പ്രധാനപ്പെട്ട ആളുകള്, ഞങ്ങൾ ഡ്യൂട്ടി പോസ്റ്റ് ചെയ്തിരുന്ന ആളുകൾ ആയിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് അന്നേരം ഞാൻ ഇവിടെ ട്യൂഷൻ നടത്തുന്നുണ്ടെന്ന് അവർക്കും അറിയാം. അതുകൊണ്ട് അങ്ങനെ ഒരു നിർബന്ധം രണ്ടാമത് ഡ്യൂട്ടി പോകേണ്ടി വന്നിട്ടില്ല. ജോലി ഫിനിഷ് ചെയ്താൽ ഇന്നലെ വീട്ടിൽ പോരാൻ പറ്റും. ചിലർക്ക് അങ്ങനെയല്ല, ജോലി കഴിഞ്ഞാൽ അന്നേരം അവന് വേറൊരു സർവീസിന് വിടും. കാരണം സർവീസ് പോകണമല്ലോ. ഞാൻ ചോദിക്കുന്നതിൽ ഇത്രയും ലേറ്റായി കിട്ടിയത് എന്താ? PSC ടെസ്റ്റ് നേരത്തെ എഴുതാണ് എന്താ? എങ്ങനെയാണ് ഈ പോസ്റ്റ് ഇത്രയും ലേറ്റായി 96 വരെ ലേറ്റ് ആയത്? പിന്നെ റാങ്ക് ലിസ്റ്റ് കിടക്കുക? റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇത് തന്നെ ഉണ്ടല്ലോ, ഇത് KSRTC ഇത് നിയമനം നടത്താതെ നീട്ടിക്കൊണ്ടുപോയത്. ആവലക്ഷങ്ങൾ നീട്ടിക്കൊണ്ടുപോയത്. അപ്പം കേസിന്റെ ഭാഗമായിട്ടാണ് ഇത് കിട്ടുന്നത്. ഓക്കെ ഓക്കെ. വളരെ സന്തോഷം. കുറെ കൂടെ കാര്യങ്ങൾ ചോദിക്കണം. വൈഫുമായിട്ടുള്ള ഒരു ചെറിയ സംവാദം. പിന്നെ അനിയനും ഒരു പാട്ട് പാടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കണേ. താങ്ക് യു. ഭാര്യ മോളമ്മ. എന്റെ പേര് മോളമ്മ. എന്റെ വീട് പള്ളം. പറഞ്ഞു എങ്ങനെയാ മാരേജ് ഒക്കെ നടന്നത്? ആലോചിച്ചൊക്കെ നടന്നത്? കല്യാണം ഏത് വർഷം നടന്നു? വിവാഹം എന്ന് പറയുന്നത് എനിക്ക് എന്റെ മാതാപിതാക്കളെ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടേ ഇരിക്കാം വിവാഹം കഴിക്കാനായിട്ട്. ഞാൻ അല്ലല്ല, എന്റെ ചേട്ടനാളുണ്ട്. പിന്നെ എനിക്ക് 2 അനിയന്മാരാണ്. പിന്നെ അത് ഞാൻ ഇങ്ങനെ വിവാഹത്തിന് പോകാതെ ജോലി കിട്ടിയിട്ട് ഉള്ളതെന്ന് പറഞ്ഞിങ്ങനെ. പിന്നെ ഒരു ദിവസം അച്ഛനോട് ചോദിച്ചു, എടാ ഞാൻ മരിച്ചിട്ട് ഞാൻ കല്യാണം കഴിക്കണം.
അന്നാ കാര്യം ചെയ്യുക, അച്ഛൻ പോയി കണ്ട് കല്യാണം നടത്തിക്കളാൻ പറഞ്ഞു. അച്ഛൻ ആദ്യം പോയി അവിടെ പോയി കണ്ടു, പിന്നെ ഞാനും പോയി കണ്ടു, കല്യാണം കഴിച്ചു. സ്കൂളിലൊക്കെ പോയത് എവിടെയായിരുന്നു? വള്ളം വള്ളം മുക്കാനൊക്കെ. അവസരത്തിന് വള്ളമായിട്ട് വേറെ എന്താണോ നേരത്തെ അറിയായിരുന്നു? വള്ളമായിട്ടൊക്കെ വള്ളം സ്ഥലമൊക്കെ അറിയാം, പക്ഷെ അതുകൊണ്ട് അതെ വേറെ തന്നെ ഞാൻ പെണ്ണുങ്ങളെ ചെല്ലുമ്പോഴാണ് ആദ്യം കാണുന്നത്. അടുത്താണെങ്കിലും അതെ. മോളൊക്കെ പറഞ്ഞു, മക്കളുടെ കാര്യമായിട്ട് പറഞ്ഞു. ജോമി ആഹാ, രണ്ടാമത്തെ IB. അവരെന്ത് ചെയ്യുന്നു? ജോമിൻ IT കഴിഞ്ഞിട്ട് ഒരു കമ്പനി കയറി കുറച്ച് ആഹാ, ഓക്കെ ഇപ്പം ഇവിടെ ഉണ്ടാവും. ആൾക്ക് പോയി. ഇളയാള് സീരിയസ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, പിന്നെ ഐ ടി കഴിഞ്ഞിട്ടേ മോളൊക്കെ പാട്ട് പാടുമോ? ഇല്ല ഇല്ലേ? ഓക്കെ ഓക്കെ. എന്തെങ്കിലും പറയാനുണ്ടോ കൂടുതലായിട്ട് അസഫിന്റെ KSRTC ജീവിതമോ പാട്ട് രചനയെ പറ്റിയൊക്കെ എപ്പോഴാണ് എഴുതുന്നതും പറയുന്നതൊക്കെ? എഴുതുവായിരുന്നു. ആ ആ, താങ്ക് യു താങ്ക് യു അസഫ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഓക്കെ. പോളിടെക്നിക്കില് അഡ്മിഷൻ കിട്ടി. അപ്പൊ അവിടെ ആദ്യം എനിക്ക് കിട്ടിയ സൗഹൃദം എന്ന് പറയുന്നത് KR സോമനാഥൻ നായരാണ്. അപ്പൊ സോമനാഥൻ നായരും ഞാനും ഒരുമിച്ചാണ് ഞങ്ങൾ കോമ്പൗണ്ടിലേക്ക് കയറുന്നത്, ഒരുമിച്ചാണ് ക്ലാസ് കഴിഞ്ഞ് പോകുന്നത്. സോമനാഥൻ താടിയല്ല? അതന്നെ, അദ്ദേഹത്തിന് വീട് എവിടെയായിരുന്നു? അതിന്റെ വീട് പേരൂരാണ്. ഞങ്ങള് ടൗണിൽ തന്നെ ഒരുമിച്ച് വന്നിട്ട് കോട്ടയത്ത് നിന്ന് ഒരുമിച്ചായിരിക്കും പോളിടെക്നിക്കിൽ വരിക. അപ്പൊ 3 വർഷക്കാലവും ഞങ്ങൾ തന്നെ ഒരുമിച്ചായിരുന്നു. അവിടെ അടുത്തടുത്തായിരുന്നു. പിന്നീട് സൗഹൃദം ഒന്ന് പോയി. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ കൂട്ടായ്മ ബാംഗ്ലൂരിൽ നിന്ന് വരിക. പിന്നെ നമ്മള് പഠിത്തം കഴിഞ്ഞെങ്കിലും സോമന്റെ സഹോദരിയുടെ വിവാഹത്തിനും ജ്യേഷ്ഠന്റെ വിവാഹത്തിനൊക്കെ ഞാൻ പോയിരുന്നു. പിന്നെ അദ്ദേഹം ബാംഗ്ലൂരിൽ പോയതിനു ശേഷമാണ് പിന്നെ സൗഹൃദം വിട്ടുപോയത്. പിന്നെ പോളിടെക്നിക്കില് ഞാൻ പിന്നെ കണ്ടത് സുരേഷ് ബാബുവാണ്. ഞങ്ങളുടെ ഈ റൂട്ടിൽ കൂടെ തന്നെ മെഡിക്കൽ കോളേജ് സർവീസ് ഒരു ദിവസം ഞാൻ ബസ്സിൽ കയറുമ്പോൾ സുരേഷ് ബാബുവാണ് കണ്ടക്ടർ. അപ്പൊ അങ്ങനെ ഒരു നമ്മുടെ കൂടെ പഠിച്ച സുരേഷ് ബാബു, കോളേജിലെ നല്ല സാഹിത്യകാരനായിരുന്നു അദ്ദേഹം. സുരേഷ് ബാബു പിന്നെ ചിറക്കട അത് കണ്ടു. പിന്നെ പൊളിറ്റിക്കലിലെ അങ്ങനെ പിന്നെ മെക്കാനിക്കലിനകത്ത് ആളുകൾ വന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ പറയാനില്ല. ക്യാമ്പസിൽ അന്നത്തെ എന്തെങ്കിലും ഓർമ്മകൾ പഴയതുണ്ടോ? 3 വർഷത്തെ സാഹിത്യ രചനയുടേതോ അല്ലാതെയോ ഒക്കെ ഉള്ള കൂടുതൽ അനുഭവങ്ങൾ, സ്പോർട്സോ? സാഹിത്യ രചന എന്ന് പറയുമ്പോൾ ഞാൻ നമ്മുടെ കോളേജ് മാസികത്ത് നമ്മുടെ പൊളിറ്റിക്കൽ ബിൽഡിങ്ങിന് തന്നെ വർണ്ണിച്ചുകൊണ്ടൊരു കവിതയെ അതിനകത്ത് നമ്മുടെ മാസികത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ പോകുന്നു അല്ലേ? അങ്ങനെ 3 വർഷം പോയി. 3 വർഷം നല്ല തന്നെ അങ്ങ് പോയി. സെൽവിനൊക്കെ ഉണ്ടായിരുന്നല്ലോ, അന്നത്തെ സാർമാരെ വല്ല എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടോ സ്പെസിഫിക് ആയിട്ട് ഓർമ്മയുണ്ടോ? പിന്നെ നമ്മുടെ ഗണപതി നമ്മുടെ പ്രിൻസിപ്പൽ, പിന്നെ ഹരിദാസ് സാർ അല്ലേ, മെക്കാനിക്കൽ ഡ്രോയിങ് ഒക്കെ പഠിപ്പിച്ച സാറ്, പിന്നെ ഒരു ഗോപി സാറ്, പിന്നെ വർക്ക്ഷോപ്പിൽ കുറെ പേരുണ്ടായിരുന്നു. പിന്നെ ഇലക്ട്രിക്കൽ പഠിപ്പിച്ച ഔസേഫ് സാറോ സാറ്, പിന്നെ ഒരു സിവിൽ കണക്ക് പഠിപ്പിക്കാൻ ഗവൺമെന്റ് കോളേജിൽ. താങ്ക് യു ഔസേഫ്. ഇത്രയും നേരം ദീർഘമായി കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റിയതിൽ. കവിതകൾ കുറെ കേൾക്കണമെന്നുണ്ട്. ആ കാലങ്ങളിലും ഔസേഫിന്റെ കവിതകൾ കേൾക്കാൻ വളരെ രസമായിരുന്നു. അത് ഇന്നും തുടരുന്നതിൽ വളരെ संतोषमुंड। थैंक यू सो मच। ओके संतोष। नाम बताओ भाई। नाम है प्रदीप। और तुम कहाँ से? वेस्ट बंगाल। कब आए इधर? यहाँ पे हो गया 1 साल। 1 साल। कौन लाया आपको इधर? भैया लोग के साथ आए। ये आपका भाई है? बड़ा भाई है? बड़ा भाई है। बड़ा भाई? हाँ। अच्छा अच्छा। केरल कैसा है भाई? केरल कैसा है? एकदम मस्त है। मस्त। पैसा बराबर मिलता है? मारी जाता है पैसा? बराबर मुश्किल नहीं। आप कुछ ये सब कुछ बनाता है कौन? हम लोग बनाते हैं इधर। आप बनाते हैं? हाँ। केरला चिप्स कुछ मुश्किल नहीं। नहीं। अभी आप
ये हो गया उस्ताद हो गया। स्टार्ट हो गया ये वाला। कौन से आपका खाना कौन से अच्छा है? हम इधर बोरिंग हो गया वो खाते खाते, वो इधर बनाते इधर खाते ही ना, इसलिए मन नहीं है अभी। मन नहीं। नहीं, केरल का कौन सी खाना अच्छा है आपको? वो केरला का चीज से ज़्यादा है, लेकिन अभी मन नहीं है। मन नहीं जाने का अभी का वो हम लोग बनाते हैं ना, वो ऑयल का गैस ऑयल आता का है, इसलिए इसलिए खाता नहीं है। तुम बताओ ना भाई, हाँ, ये शौक में कैसा है? वो पहली बार है। पहली बार है? 1 साल का? आप तुमको कितने साल से है? मैं इधर 5 साल ज़्यादा हो गया। तुम शादी किए? नहीं नहीं नहीं, ये आगे करेगा शादी ही करेगा। कब? 1 साल बाद, 2 साल बाद, 5 साल नहीं, अगले साल है। अगले साल? यहाँ सिलगुड़ी में? हाँ सिलगुड़ी से ले शादी करेगा? चलो भाई, तुम बताओ यार, तुम कहाँ तक पढ़े? मैं 9 तक। और आगे जाने का पढ़ने का दिल नहीं लगा? नहीं लगा। खलास खलास। अभी जाएगा पढ़ेगा? अभी तो नहीं पड़ेगा। नहीं पढ़ेगा, खलास। खलास। ओके जी, थैंक यू जी। नाम बताओ भाई। नाम है प्रदीप, और तुम कहाँ से? वेस्ट बंगाल। कब आए इधर? यहाँ पे हो गया 1 साल। 1 साल हो गया। कौन लाया आपको इधर? भैया लोग के साथ आए। ये आपका भाई है? बड़ा भाई है? बड़ा भाई है। बड़ा भाई है? हाँ, अच्छा अच्छा। केरल कैसा है भाई? केरल कैसा है? एकदम मस्त है। मस्त। पैसा बराबर मिलता है? मारी जाता है पैसा? बराबर मुश्किल नहीं है? आप कुछ ये सब कुछ बनाता है कौन? हम लोग भी बनाते हैं इधर। आप बनाते हैं? हाँ। केरला चिप्स कुछ मुश्किल नहीं है? नहीं नहीं, अभी आप ये हो गया उस्ताद हो गया। स्टार्ट हो गया ये वाला। कौन से आपका खाना कौन से अच्छा है? हम इधर बोरिंग हो गया वो खाते खाते, वो इधर बनाते इधर खाते ही ना, इसलिए मन नहीं है अभी। मन नहीं। नहीं, केरल का कौन सी खाना अच्छा है आपको? वो केरला का चीज से ज़्यादा है, लेकिन अभी मन नहीं है। मन नहीं जाने का अभी का वो हम लोग बनाते हैं ना, वो ऑयल का गैस आता है, इसलिए खाता नहीं है। तुम बताओ ना भाई, हाँ, ये शौक में कैसा है? वो पहली बार है। पहली बार है? 1 साल का? आप तुमको कितने साल से है? मैं इधर 5 साल ज़्यादा हो गया। तुम शादी किए? नहीं नहीं नहीं, ये आगे करेगा? शादी ही करेगा। कब? 1 साल बाद, 2 साल बाद, 5 साल? नहीं, अगले साल है। अगले साल? यहाँ सिलगुड़ी में? हाँ सिलगुड़ी से ले शादी करेगा? चलो भाई, तुम बताओ यार, तुम कहाँ तक पढ़े? मैं 9 तक। और आगे जाने का पढ़ने का दिल नहीं लगा? नहीं लगा। खलास खलास। अभी जाएगा पढ़ेगा? अभी तो नहीं पड़ेगा। नहीं पढ़ेगा, खलास। खलास। ओके जी, थैंक यू जी। അമ്മ അമ്മേ കൺകളിൽ കത്തുന്ന തീക്കടലോടെ പുളഞ്ഞു നീയൻ പിറവിക്കു വേണ്ടി ഇന്നും തോരാത്ത കൺകളാൽ ഉരുകിയൊലിക്കുന്നുവോ എന്റെ ക്രൂരമാം ചെയ്തികളൊക്കെ, എന്റെ ക്രൂരമാം ഭാഷകൾ കേൾക്കേ. നീ നൊന്തു പെറ്റവൻ, നിൻ ജീവരക്തം പകുത്തു പിറന്നവൻ, കത്തുന്ന സൂര്യന്റെ ശൗര്യം കളഞ്ഞും കലിതുള്ളിയാർക്കുന്ന കടലിന്റെ ഭാവം വെടിഞ്ഞും ഒരു ചെറു പൈതലായി കുഞ്ഞിളം കൈകളുയർത്തി പല്ലുമുളയ്ക്കാത്ത മോണകൾ കാട്ടി നിൻ മുന്നിലെത്തി വിളിക്കുന്നു ദീനം. അമ്മേ പൊറുക്കുക, സ്നേഹമാം നിൻ കരങ്ങളാൽ എന്നെ പുണരുക, അമൃതം പൊഴിക്കുന്ന നിന്മാറിലേക്ക് എന്നെ അണയ്ക്കുക, തങ്കം വിളയുന്ന നിൻ ചുണ്ടിണകളാൽ എന്റെ നെറ്റിയിൽ 1000 ചുംബനവർഷം പൊഴിക്കുക, എന്റെ ക്രൂരമാം പാപങ്ങളെല്ലാം പൊറുത്തു ചിരിക്കുക. എൻ ആദ്യ ശബ്ദം ശ്രവിച്ചു ചിരിച്ചതുപോലെ.